നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് ഉപദേശിക്കുക, അനുസരണയില്ലാത്ത അഹങ്കാരിയാകരുത് എന്ന്. അനുസരണക്കേട് എന്നുള്ളത് സ്ത്രീകളിൽ നിന്നുണ്ടാകും, സ്വാഭാവികമാണ്. അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഏത്? അനുസരണക്കേട്. അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ ഉപദേശമായി പറഞ്ഞു കൊടുത്തത്, നീ ഒരിക്കലും അനുസരണയില്ലാത്ത അഹങ്കാരിയാകരുത് മോളെ എന്ന്. അപ്പൊ പുരുഷന്മാര് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, തന്റെ ഭാര്യയിൽ നിന്ന് ഒരിക്കലും നാം ഉദ്ദേശിക്കുന്ന, നാം നിർദ്ദേശിക്കുന്ന, നാം ശാസിക്കുന്ന, നാം കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപടി അനുസരിക്കുന്ന ഒരു ഭാര്യയെ ദുനിയാവിൽ ഒരു സ്ഥലത്തും കിട്ടൂല. അതാണ് ആദ്യത്തെ ഉപദേശത്തിൽ തന്നെ പറയാൻ കാരണം, അനുസരണയില്ലാത്ത അഹങ്കാരിയാകരുത് എന്ന്. അനുസരണക്കേട് അവരിൽ നിന്നുണ്ടാകും. പക്ഷേ അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരി, നിങ്ങളിൽ നിന്നൊരിക്കലും അഹങ്കാരമുണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ വിശ്വാസത്തെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പോലും നമ്മെ പുറത്താക്കുന്ന കാര്യമാണേത്? അഹങ്കാരം എന്നുള്ളത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഉപദേശിക്കുന്ന ഉപദേശം, മോളെ നീ ഒരിക്കലും ഭർത്താവിൻ്റെ മുഖത്തു നോക്കി നിന്റെ മുഖം ചുളിക്കരുത്. നീ ഒരിക്കലും ഒരു തൃപ്തിയില്ലാത്ത രീതിയിലുള്ള നോട്ടം നിന്റെ ഭർത്താവിൻ്റെ നേരെ നോക്കരുത് എന്ന്. അങ്ങനത്തെ ഒരു നോട്ടം ഒരു കാരണവശാലും നിന്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നീ നോക്കരുത് മോളെ എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചത്. പരിശുദ്ധമായ ഇസ്ലാം ഒരു പുരുഷനോട് പറയുന്നു, ഒരു ഭർത്താവിനോട് പറയുന്നു, ഭർത്താവ് ഒരു ഭാര്യയോട് നീ നല്ല രീതിയിൽ പെരുമാറണം, സൽസ്വഭാവത്തോടു കൂടി പെരുമാറണം. ഒരു അടിമയെ പോലെ, ഒരു വേലക്കാരിയെ പോലെ പെരുമാറാൻ പാടില്ല. അവളോട് മോശമായി പറയാൻ പാടില്ല, മോശമായി സംസാരിക്കാൻ പാടില്ല, അവളെ ഉപദ്രവിക്കാൻ പാടില്ല, അവളെ മർദ്ദിക്കാൻ പാടില്ല, അവൾ ഭക്ഷണം പാചകം ചെയ്തില്ല എന്ന പേരിൽ അവളെ ആക്രമിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഇസ്ലാം പറയുന്നു. എത്ര സുന്ദരമായ ആദർശങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെത്. വേറെ ആരാ ഇതുപോലെ പറഞ്ഞിട്ടുള്ളത്? ആരാ സഹോദരിമാരെ നിങ്ങൾക്കിതുപോലെ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്? നിങ്ങൾക്കിതുപോലെ അവകാശം നൽകിയിട്ടുള്ളതാരാ? അത് പരിശുദ്ധമായ ഇസ്ലാം അല്ലാതെ മറ്റൊരു മതവും ഇത്തരം രീതിയിലുള്ള സംരക്ഷണം സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് 5 നേരത്തെ നിസ്കാരങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, വസാമത്ത് ഷഹ്റഹാ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ, വർഷത്തിൽ ഒരു മാസം വരുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പവൾ പിടിച്ചു വീട്ടിക്കഴിഞ്ഞാൽ, വഹസുനത്തു ഫർജഹാ, അവളുടെ ജനനേന്ദ്രിയങ്ങൾ അവൾ സൂക്ഷിക്കുകയും ചെയ്താൽ, അവളുടെ ചാരിത്രത്തെ അവൾ സൂക്ഷിക്കുകയും ചെയ്താൽ, വഅതാഅത്ത് ബഅലഹാ, അവളുടെ ഭർത്താവിനെ അവൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശാഅത്ത്, ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശാഅത്ത്, സ്വർഗ്ഗത്തിന്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ അവൾക്ക് സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോകാം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അഖിലം പാടച്ചവനെ അറിവേ നീലച്ചവനെ ഇരവോടും നിതാ നിന്നിൽ കേടും നിതാ, ഇരവോടും നിതാ നിന്നിൽ കേടും നിതാ, അഖിലം പാടച്ചവനെ അറിവേ നീലച്ചവനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി
نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزلا سكينة علينا وأنزل الأقدام إلا قينا ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഗൗസിയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, ഈ പരിപാടിക്ക് ദുആ കൊണ്ട് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ, മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ നടത്തപ്പെടുന്ന മതപ്രഭാഷണ പരിപാടിയിലേക്ക് കടന്നു വന്ന നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമുക്ക് പ്രിയപ്പെട്ടവർ ഈ പള്ളിയുടെ ഖബർസ്ഥാനിലും മറ്റ് അന്ത്യവിശ്രമം കൊള്ളുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റി ശരീരത്തിന് പരിപൂർണമായ ആരോഗ്യവും മനസ്സിന് സമാധാനവും നാഥൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല രീതിയിൽ വിഷയം പറയാനും പറയുന്ന വിഷയം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നാളെ സ്വർഗലോകത്തേക്ക് കടന്നു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അത് നമ്മുടെ ഒരു തറവാടാണ്. സ്വർഗം എന്നത് നമ്മുടെ തറവാടാണ്. ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ കടന്നു വന്നത് ആ സ്വർഗത്തിൽ നിന്നാണ്.
ആ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്ത് ഭൂമിയിലേക്ക് അവതരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്കിനി മടങ്ങിപ്പോകേണ്ട നമ്മുടെ തറവാട് അത് സ്വർഗലോകമാണ്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ കുറഞ്ഞ ആയുസ് കൊണ്ട് കുറഞ്ഞ ജീവിതത്തിൽ നാം ചെയ്തു തീർക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് ജീവിതം? എന്തിനു വേണ്ടിയിട്ടാണ് ജീവിതം? ഇതിനൊരർത്ഥം കാണണ്ടേ? നമ്മുടെ ജീവിതത്തിനൊരർത്ഥം വേണ്ടേ? എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം? എന്താണ്? പരലോകത്തേക്കുള്ള അമലുകൾ പരമാവധി ചെയ്തു കൂട്ടുക, ആഖിറമാകുന്ന തറവാട്ടിലേക്ക് മനുഷ്യന് എത്തിച്ചേരാൻ സഹായകമാകുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. പക്ഷെ പലപ്പോഴും മനുഷ്യരാകുന്ന നമ്മൾ ലക്ഷ്യത്തിൽ നിന്നു മാറി മാർഗഭ്രംശനം സംഭവിക്കുകയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യമാകാതെ വരികയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഭർത്താവിനോടൊത്ത് സ്വർഗത്തിലേക്ക്, ഭർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ബന്ധം അല്ലാഹു തആല അത്തരം ബന്ധങ്ങളാക്കി നമ്മുടെ ബന്ധങ്ങളെയൊക്കെ മാറ്റുമാറാകട്ടെ. രണ്ട് വിഭാഗവും നിങ്ങൾക്കറിയുമോ? പരിശുദ്ധമായ ഇസ്ലാം അത് സമ്പൂർണമാണ്. പറയാത്ത ഒരു മേഖലയുമില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അവൻ ഏതെല്ലാം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നുവോ അതിലെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്, വ്യക്തമായ നിയമങ്ങളുണ്ട്. അത് നിന്റെ കുടുംബ ജീവിതത്തിലാണെങ്കിലും നിന്റെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഏതേതു മേഖലകളിലാണെങ്കിലും പരിശുദ്ധമായ ഇസ്ലാം നിയമം പറയാത്ത ഒരു മേഖലയുമില്ല. പരിശുദ്ധമായ ഇസ്ലാം നിയമം പറയാത്ത വ്യക്തമായ കാഴ്ചപ്പാടുകളില്ലാത്ത ഒരു മേഖലയുമില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിതത്തിൽ മാതൃക കാണിച്ചു തരാത്ത ഒന്നുമേ ഇല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏതു മേഖലയാകട്ടെ, നാം ഏതൊരു റോളിലാണെങ്കിൽ പോലും അതിലെല്ലാം മഹത്തായ മാതൃക അത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അവിടുത്തെ ജീവിതത്തിൽ തന്നെ ജീവിതത്തിന് എത്രത്തോളം വലിയ മാതൃകയാ. അവിടുന്ന് ഭാര്യമാരോട് കാണിച്ച സ്വഭാവം, അവരോട് സ്വീകരിച്ച ആ പെരുമാറ്റം, ഇതിലെല്ലാം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് ചില കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. ഭർത്താവിന് ഭാര്യയോട് ചില കടമകളും കടപ്പാടുകളുമുണ്ട്. ഇത് രണ്ടും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. പൊട്ടലും ചീറ്റലുമില്ലാത്ത, പ്രയാസങ്ങളും പ്രശ്നങ്ങളുമില്ലാത്ത, പരാതിയും പരിഭവവുമില്ലാത്ത ഒരു നല്ല കുടുംബമായി മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് നാം ആദ്യമേ മനസ്സിലാക്കണം. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് കേവലം ഒരു വഅള് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാതെ പറയുന്ന കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ ഗ്രഹിക്കണം, മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിത്തരണം. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. അടിസ്ഥാനപരമായി ഒരു കുടുംബ ജീവിതം നിലനിൽക്കുന്നത് എന്നുള്ളത് പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ മേല, നിഷ്കളങ്കമായ സ്നേഹം. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഏതു മേഖലകളിലാണെങ്കിലും ശരി ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. പരസ്പരം അടുത്തിരിക്കുന്നവർക്ക് പോലും ഒന്ന് നോക്കി ചിരിക്കാൻ കഴിയാത്ത മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയി. നമുക്ക് ഭൗതികമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുപാട് വർദ്ധിച്ചപ്പോൾ നമ്മുടെ മനസ്സുകൾ പരസ്പരം അകന്നുപോയി. ഇല്ല, ഇവിടെ ഇരിക്കുന്ന
ഏറെക്കുറെ പ്രായം ചെന്ന ആളുകൾക്കൊക്കെ അവരുടെ ചെറുപ്പകാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അറിയാം. പരസ്പരം കൊടുത്തും വാങ്ങിയും ചിരിച്ചും തമാശ പറഞ്ഞും കളിച്ചും രസിച്ചും നടന്ന ഒരു സുന്ദരമായ കാലം നമുക്ക് കഴിഞ്ഞുപോയിരുന്നു. അന്ന് നമുക്ക് സാമ്പത്തികമായ വലിയ ഭദ്രതയൊന്നുമില്ലായിരുന്നു. അന്ന് പട്ടിണിയും പരിവട്ടവുമായിരുന്നു. പക്ഷേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും മറ്റുള്ളവനെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവൻ്റെ വേദനയിൽ പങ്കുചേരാനും നമുക്ക് സാധ്യമായിരുന്നു. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് പോലും, ഒരു പള്ളിയിൽ ഒന്നിച്ച് നിസ്കരിക്കുന്നവർക്ക് പോലും, ഒരേ സഫിൽ ഒന്നിച്ച് നിൽക്കുന്നവർക്ക് പോലും മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ സാധ്യമാകാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ ഇഖ്ബാൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, മുഹബ്ബത്ത് കാ ജുനൂൻ ബാക്കി നഹീ ഹേ മുസൽമാനോ മേ ഹൂ ബാക്കി നഹീ ഹേ സഫേ കജി ദിൽ പരേശാൻ സജ്ദാ ബേ ज़ौक़ के जज्बे अंदरूम बाकी नहीं है मोहब्बत का जुनून बाकी नहीं है. അല്ലാഹുവേ, മുസ്ലിമീങ്ങളിൽ ഇന്ന് സ്നേഹത്തിൻ്റെ ഭ്രാന്ത് കാണാനില്ലല്ലോ. സ്വഹാബാക്കളിൽ കണ്ടിരുന്ന, പരിശുദ്ധ പ്രവാചകരുടെ ജീവിതത്തിൽ കണ്ടിരുന്ന സ്നേഹത്തിൻ്റെ ഭ്രാന്ത് ഇന്ന് ആധുനിക മുസ്ലിമീങ്ങളിൽ കാണാനില്ലല്ലോ റബ്ബേ. അവരുടെ ഇടയിൽ, സ്വഹാബത്തിൻ്റെ ഇടയിൽ സ്നേഹത്തിൻ്റെ ഭ്രാന്തുണ്ടായിരുന്നു. സ്നേഹത്തിൻ്റെ ഭ്രാന്തായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, പുന്നാര നബിയുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട്, വേദന സഹിച്ചുകൊണ്ട്, പട്ടിണി സഹിച്ചുകൊണ്ട് പുന്നാര നബിയോടെ കൂടെ നിന്നത്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവരുടെ ജീവിതത്തിൽ എത്ര പട്ടിണി സഹിച്ചു, എത്ര ത്യാഗങ്ങൾ സഹിച്ചു, എത്ര വേദന സഹിച്ചു. പരസ്പരം അവരെ സ്നേഹിച്ച് ജീവിച്ചില്ലേ? പുന്നാര നബിയുടെ മരുമകനായ അലിയാരു തങ്ങളോടൊത്തുള്ള ജീവിതത്തിൽ എത്രത്തോളം സ്നേഹമായിരുന്നു, എത്രത്തോളം ബഹുമാനമായിരുന്നു. പട്ടിണി അവർക്ക് പ്രശ്നമായിരുന്നില്ല, ദാരിദ്ര്യം അവരുടെ വിഷയമായിരുന്നില്ല. എല്ലാം അല്ലാഹുവിന് വേണ്ടി, പടച്ചവനു വേണ്ടി പരസ്പരം സ്നേഹിക്കാൻ അവർ തയ്യാറായിരുന്നു. മുഹബ്ബത്ത് കാ ജുനൂൻ ബാക്കി നഹീ ഹേ മുസൽമാനോ മേ ഹൂ ബാക്കി നഹീ ഹേ. ആ സ്നേഹം ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ കാണാനില്ലല്ലോ തമ്പുരാനെ. പുന്നാര നബിയുടെ പൊന്നുമോളായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കുടുംബം, അതെ അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അടങ്ങുന്ന കുടുംബം. ഒരു ദിവസം അവർ കുടുംബത്തോടൊപ്പം നോമ്പെടുത്തു, സുന്നത്ത് നോമ്പനുഷ്ഠിച്ചു. വൈകുന്നേരം നോമ്പ് തുറക്കാൻ പോലും ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. വീട്ടിലൊന്നുമില്ല, ഭക്ഷണമില്ലാത്ത ദിനരാത്രങ്ങളാണ്. അതിനിടയിലാണ് ഇവർ നോമ്പനുഷ്ഠിച്ചത്. വൈകുന്നേരമാകുമ്പോ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം നൽകണം. പ്രിയപ്പെട്ട മക്കൾ ചെറിയ മക്കളാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവർ തീരെ ചെറിയ കുട്ടികളാണ്. അവർക്കെങ്കിലും ഭക്ഷണം കൊടുക്കണമല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ തൻ്റെ വീട് മുഴുവൻ പരതി നോക്കി, എന്തെങ്കിലും കിട്ടുമോ തൻ്റെ മക്കൾക്കെങ്കിലും കൊടുക്കാൻ, തൻ്റെ മക്കളുടെ വിശപ്പകറ്റാൻ എന്തെങ്കിലും കൊടുക്കാൻ കിട്ടുമോ എന്നറിയാൻ തൻ്റെ വീട് മുഴുവൻ പരിശോധിച്ചു നോക്കി. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ആരാണ് ഈ പട്ടിണി അനുഭവിച്ചത്? അത് പുന്നാര നബിയുടെ പ്രിയപ്പെട്ട മോളാ. പുന്നാര നബിയുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ടമാണെന്ന് പറഞ്ഞ പുന്നാര നബിയുടെ പ്രിയപ്പെട്ട മോളായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ അവസ്ഥയാണ് ഈ പറയുന്നത്. പ്രിയമുള്ള ഉമ്മ, പ്രിയമുള്ള സഹോദരി, നമ്മൾ ഈ വിശപ്പിൻ്റെ
ഈ ദാരിദ്ര്യത്തിന്റെ ഒരംശം പോലും നാം അനുഭവിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ വീട് മുഴുവൻ പരതി നോക്കി വല്ലതും കിട്ടുമോ? തങ്ങൾക്കില്ലെങ്കിലും കുഴപ്പമില്ല, തങ്ങളുടെ മക്കൾക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമല്ലോ. അങ്ങനെ വീട് മുഴുവൻ പരതി നോക്കിയപ്പോ അല്പം റൊട്ടി ചുടാനുള്ള ഒരല്പം മാവ് മാത്രമാണ് ആ വീട്ടിൽ അവശേഷിക്കുന്നത്. അങ്ങനെ ആ മാവെടുത്തു, അത് കുഴച്ചു, റൊട്ടിയുണ്ടാക്കി, 1-2 റൊട്ടിയിട്ടി തൻ്റെ മക്കൾക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന സന്തോഷത്തിൽ. അങ്ങനെ സമയം കഴിഞ്ഞുപോയി. മഗ്‌രിബ് ബാങ്ക് മുഴങ്ങാറായി. പള്ളിയിൽ നിന്നും മഗ്‌രിബ് ബാങ്ക് വിളിക്കാൻ സമയമായപ്പോ തൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ഒരു മുട്ട് കേൾക്കുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെന്നിട്ട് വാതിൽ തുറന്നു നോക്കിയപ്പോ ഒരു യാചകൻ വന്നിട്ട് യാചിക്കുകയാണ്. അല്ലയോ ഫാത്തിമ, വല്ലതും തരുമോ മോളെ ഫാത്തിമ? ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ആഴ്ചകളായി, വയറ് നേരെ നിൽക്കാൻ സാധ്യമാകുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ? എൻ്റെ വിശപ്പകറ്റാൻ നിങ്ങളുടെ കയ്യിലുള്ളത് വല്ലതും തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു യാചകൻ വന്നിട്ട് പുന്നാര നബിയുടെ പ്രിയപ്പെട്ട മോളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ ചാരത്ത് വന്ന് വിളിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിച്ചു പോയി, അല്ലാഹുവേ, ഇതെന്തൊരു വലിയ പരീക്ഷണമാണ്, എന്തൊരു വലിയ പരീക്ഷണമാണ് അല്ലാ. തൻ്റെ മക്കൾക്ക് വേണ്ടി തയ്യാറാക്കി വച്ച റൊട്ടിയല്ലാതെ മറ്റൊന്നുമില്ല. എന്നാലോ ഈ യാചകൻ വരുമ്പോ അദ്ദേഹത്തോട് ഒന്നുമില്ല എന്ന് പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവസാനം വീട്ടിലേക്ക് കടന്നു പോയിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച റൊട്ടി എടുത്തു കൊണ്ടുവന്ന് ആ യാചകന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ അവർക്കിടയിൽ ഉണ്ടായിരുന്നത് സ്നേഹത്തിന്റെ ഭ്രാന്തായിരുന്നു. സ്നേഹത്തിന്റെ ഭ്രാന്തുള്ളത് കൊണ്ടാണ് തങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി വെച്ച റൊട്ടി പോലും എടുത്ത് യാചകന്റെ കയ്യിലേക്ക് കൊടുത്തത്. നമ്മളാണ് ഈ ചോദിക്കൂലേ, നമ്മുടെ മക്കൾക്ക് ഉള്ള ഭക്ഷണം മാത്രമാണ് വീട്ടിലുള്ളതെങ്കിൽ അതാരെങ്കിലും ചോദിച്ചു വന്നാൽ നമ്മൾ ആ ഭക്ഷണം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ ചോദിക്കൂലേ, നിനക്കെന്താ ഭ്രാന്തുണ്ടോന്ന്? ആ ഭ്രാന്തല്ല പറഞ്ഞത്. ഇതേത് ഭ്രാന്താ? അത് സ്നേഹത്തിന്റെ ഭ്രാന്താ, സ്നേഹം മൂലമുണ്ടാകുന്ന ഭ്രാന്ത്. ആ ഭ്രാന്ത് മുഹബ്ബത്ത് കാ ജുനൂൻ ബാക്കി നഹീ ഹേ മുസൽമാനോ മേ ബാക്കി നഹീ ഹേ. ഈ സ്നേഹം ഇന്ന് മുസ്ലിമീങ്ങളിൽ കാണാനില്ലല്ലോ തമ്പുരാനെ. അതുപോലെ തന്നെ ഖന്തക്ക് യുദ്ധം നടക്കുന്ന വേള സ്വഹാബാക്കളോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കിടങ്ങ് കുഴിക്കണം. ആരാണ്? പട്ടിണി പാവങ്ങളായ സ്വഹാബാക്കളാണ്. ഭക്ഷണം കഴിക്കാത്ത, ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന, വയറ് നേരെ നിൽത്താൻ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ സ്വഹാബാക്കളോടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കിടങ്ങ് കുഴിക്കണമെന്ന്. അങ്ങനെ വന്നപ്പോ കിടങ്ങ് കുഴിക്കാൻ പറഞ്ഞപ്പോ അവർ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നിവർന്ന് നിന്നിട്ടോ പരാതി പറഞ്ഞില്ല, പരിഭവം പറഞ്ഞില്ല. പുന്നാര നബിയുടെ കൽപ്പന കേട്ടുകൊണ്ട് ആ വ്യസനിക്കുന്ന അവസ്ഥയിൽ പോലും പട്ടിണി വകവയ്ക്കാതെ, ദാരിദ്ര്യം വകവയ്ക്കാതെ അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഗാനമാലപിക്കുകയാണ് ചെയ്തത്. പാട്ടുപാടി നബിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. നഹ്നുല്ലദൂന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. നബിയെ, ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ രക്തവും ഞങ്ങളുടെ മാംസവും പരിശുദ്ധമായ ദീനിനു വേണ്ടി അങ്ങേക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് നബിയെ. തൊണ്ടയിൽ ജീവനുള്ള കാലത്തോളം അങ്ങയുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് നബിയെ. നഹ്നുല്ലദൂന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. തൊണ്ടയിൽ ജീവനുള്ള കാലത്തോളം
പട്ടിണി ഞങ്ങൾക്ക് പ്രശ്നമല്ല, ദാരിദ്ര്യം ഞങ്ങളുടെ വിഷയമല്ല. അങ്ങയുടെ കൂടെ നിൽക്കാൻ ഞങ്ങളുടെ രക്തവും ഞങ്ങളുടെ മാംസവും ഞങ്ങളുടെ ശരീരവും അങ്ങേക്ക് സമർപ്പിക്കാൻ, പരിശുദ്ധമായ ദീനിനു വേണ്ടി സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നബിയേ എന്നു പറഞ്ഞത് അവർക്കിടയിൽ സ്നേഹത്തിന്റെ ഭ്രാന്തുള്ളത് കൊണ്ടാണ്. ഈ സ്നേഹത്തിന്റെ ഭ്രാന്ത് ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ കാണാനില്ലല്ലോ തമ്പുരാനെ. സഫേ കജിദിൽ പരേശാ സജ്ദാ ബേ സൗഖ് കേ ജസ്ബേ അന്തറൂം ബാക്കി നഹീ ഹേ. മുസ്ലിമീങ്ങളുടെ സഫെല്ലാം വളഞ്ഞു പോയിരിക്കുന്നല്ലോ തമ്പുരാനെ. സ്നേഹം നഷ്ടപ്പെട്ടു, സ്നേഹത്തിന്റെ ഭ്രാന്തില്ല. അതുപോലെ തന്നെ അവരുടെ സഫുകൾ പോലും വളഞ്ഞു പോയിരിക്കുന്നല്ലോ തമ്പുരാനെ. എവിടെയാ സഫ് വളഞ്ഞത്? പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ കാലിന്റെ ചെരുപ്പടിക്കാല് ഒപ്പിച്ച് നമ്മൾ ലെവലായി കൊണ്ട് സഫിനെ ക്ലിയർ ചെയ്യുന്നു. പക്ഷേ മനസ്സിലെ വളവ് നിവർന്നിട്ടില്ല. അതാണ് സഫേ കജിദിൽ പരേശാ സജ്ദാ ബേ സൗഖ് കേ ജസ്ബേ അന്തറൂം ബാക്കി നഹീ ഹേ. സഫിൽ ഒരുമിച്ച് നിൽക്കുന്നവരും തോളോട് തോള് ചേർന്നുകൊണ്ട് ഒരുമിച്ച് നിസ്കരിക്കുന്നവർക്കും മനസ്സുകൊണ്ട് അടുക്കാൻ സാധ്യമാകുന്നില്ലല്ലോ. സജ്ദാ ബേ സൗഖ് കേ ജസ്ബേ, ഒരൊറ്റ സുജൂദിന് പോലും അഭിരുചിയില്ലാതായി മാറിയിരിക്കുന്നു. ഒരൊറ്റ സുജൂദിന് പോലും അഭിരുചിയില്ല. സുജൂദുകൾ ഇഷ്ടം പോലെ ഉണ്ട്. സുജൂദുകൾ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സുജൂദ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ സുജൂദ് പോലും അല്ലാഹ് എന്നുള്ള ഒരു ചിന്തയിൽ, മരിക്കണമല്ലോ തമ്പുരാനെ എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ ഒരൊറ്റ സുജൂദുമില്ല. ടേസ്റ്റുള്ള, അഭിരുചിയുള്ള ഒരു സുജൂദും ഇവിടെ നടക്കുന്നില്ല. സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? നബി തങ്ങൾ പറഞ്ഞല്ലോ, അഖറബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഘട്ടം അത് സുജൂദിലാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക. ആ സുജൂദിന് അഭിരുചി ഇല്ലാതായി മാറിയിരിക്കുന്നു. സ്നേഹം നഷ്ടപ്പെട്ടു പോയി, സഫുകൾ വളഞ്ഞുപോയി. അതുപോലെ തന്നെ സുജൂദിന് അഭിരുചി ഇല്ലാതായി മാറിയിരിക്കുന്നു. എല്ലാത്തിനും കാരണം എന്താ? അന്തറൂം ബാക്കി നഹീ ഹേ. ഉള്ളിൽ നിന്നുള്ള, മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. കുടുംബം തകരാനുള്ള കാരണമെന്താ? സ്നേഹം നഷ്ടപ്പെട്ടു പോയി, പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, പരസ്പരം ബഹുമാനമില്ലാതായി, മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാൻ പോലും നമുക്ക് സാധ്യമാകാതെയായി പോയി. അതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിത്തറ അത് സ്നേഹമില്ലായ്മയാണെന്ന് ഇഖ്ബാല് സൂചിപ്പിക്കാൻ കാരണം. മാത്രവുമല്ല, പുഞ്ചിരി എന്നുള്ളത്, ചിരി എന്നുള്ളത്, സ്നേഹം എന്നുള്ളത് അത് വിശ്വാസത്തിൻ്റെ കൂടെ ഭാഗമാണെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഭർത്താവിനോടൊപ്പം സ്വർഗത്തിലേക്ക്. ഇവിടെ രണ്ട് വിഭാഗം ആളുകളും. ഭർത്താവിന് ഭാര്യയോട് കടമകളുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിനോടും കടമകളും കടപ്പാടുകളുമുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം, അവരിൽ ഒരിക്കലും ഒരു പൊട്ടലോ ചീറ്റലുകളോ കുടുംബബന്ധം മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥയോ ഉണ്ടാവില്ല. അതിനെന്തു വേണം? ആദ്യമായി പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ബാധ്യതകൾ എന്നുകൂടെ നാം പഠിച്ചു മനസ്സിലാക്കി വെക്കണം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഉപദേശിച്ച ഉപദേശം ഹദീസുകളിൽ നമുക്ക് കാണാം. ഫാത്തിമ ബീവിയെ ഉപദേശിച്ചു. അലിയാര് തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ച വേള പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് ഉപദേശിക്കുക. നബിതങ്ങൾ ഉപദേശിച്ചെങ്കിൽ പിന്നെ നമുക്ക് ഉപദേശിക്കാൻ പാടില്ലേ? നമ്മൾ ഉപദേശിക്കണ്ടേ? നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടേ?
നമ്മൾ സാധാരണ ഉപദേശിക്കാറുണ്ട്, നമ്മുടെ മക്കളെ നമ്മൾ ഉപദേശിക്കാറുണ്ട്. നമ്മുടെ പെൺമക്കളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ, മറ്റൊരു കുടുംബത്തിലേക്ക് പറഞ്ഞു വിടാൻ നാം തീരുമാനിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. അനുസരണയില്ലാത്ത അഹങ്കാരിയാകരുത് എന്ന്. അനുസരണക്കേട് എന്നുള്ളത് സ്ത്രീകളിൽ നിന്നുണ്ടാകും, സ്വാഭാവികമാണ്. അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഏത്? അനുസരണക്കേട്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് മാത്രം കേട്ടിട്ട് സഹോദരിമാരും എഴുന്നേറ്റ് പോകരുത് കേട്ടോ. അനുസരണക്കേട് ഏതായാലും ഞങ്ങളുടെ നിന്ന് ഉണ്ടാകും, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തുണ്ടായാലും സഹിച്ചോ എന്ന് പറഞ്ഞിട്ട് ആരും പോകരുത്. അനുസരണക്കേട്, അനുസരണയില്ലാത്ത അഹങ്കാരിയാകരുത് എന്നാ പറഞ്ഞു. അനുസരണക്കേട് എന്നുള്ളത് പെണ്ണിൻ്റെ സഹജമായ സ്വഭാവമാണ്. നമുക്കറിയാലോ, പെണ്ണിനെ സൃഷ്ടിച്ചത് തന്നെ ഖുലിഖത് മിൻ ളിലഇ ആദം, ആദം നബി അലൈഹി സ്വലാമിൻ്റെ അല്ലെങ്കിൽ പുരുഷന്റെ വാരിയെല്ല് കൊണ്ടാണ് സ്ത്രീയെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. വാരിയെല്ലിന്റെ പ്രത്യേകത എന്താ? വളഞ്ഞിട്ടേ ഇരിക്കുള്ളൂ അല്ലേ? അപ്പൊ ആ ഒരു വളവ് എവിടെ ഉണ്ടാകും? സ്ത്രീകളുടെ സ്വാഭാവികമായും അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ ഉപദേശമായി പറഞ്ഞു കൊടുത്തത്, നീ ഒരിക്കലും അനുസരണയില്ലാത്ത അഹങ്കാരിയാകരുത് മോളെ എന്ന്. അനുസരണക്കേട് ഉണ്ടാകും, പക്ഷേ അതിനോടൊപ്പം എന്തുണ്ടാകരുത്? അഹങ്കാരം ഉണ്ടാകരുത് എന്നുള്ളത്. കാരണം അഹങ്കാരം എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. അത് ആരുടെ സ്വഭാവ? അഹങ്കാരം എന്നുള്ളത് ആരുടെ സ്വഭാവ? അത് പിശാചിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, പിശാചിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അഹങ്കാരം, അനുസരണക്കേട് എന്നുള്ളത്. നമുക്കറിയാലോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു തആലയുടെ കൽപ്പന, സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അബാ വസ്തക്ബറ വസജദൽ മലായികതു കുല്ലുഹും. എല്ലാ മലക്കുകളും അല്ലാഹുവിന്റെ കൽപ്പന കേട്ടപാടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദിൽ വീണു. പക്ഷേ അബാ വസ്തക്ബറ, പിശാച് മാത്രം ആദം നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ തയ്യാറായില്ല. എന്തേ കാരണം? അഹങ്കാരമായിരുന്നു. എന്നെ തീ കൊണ്ട് സൃഷ്ടിച്ചു. ആദമാകട്ടെ കളിമണ്ണിൽ നിന്നാണ്. കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യാനാണ്? ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠവാനല്ലയോ എന്ന അഹങ്കാരമാണ് ഇബ്ലീസിന് ആദം നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ മടി തോന്നാനുള്ള കാരണം. ഇബ്ലീസ്, എന്താ നിങ്ങൾക്ക് ഇബ്ലീസിനോട് ഇത്ര വലിയ സ്നേഹമുണ്ടോ? ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ധൈര്യമായിട്ട് പറഞ്ഞോ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ധൈര്യമായിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നമ്മുടെ ശത്രുവാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആദം നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ മടി കാണിച്ചത് എന്തായിരുന്നു? അഹങ്കാരമായിരുന്നു. ആ അഹങ്കാരം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ പുറത്താക്കി. അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ലാത്ത ആളാണ് ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹുക്ക് സുജൂദ് ചെയ്യാത്ത ഈ ഭൂമിയിൽ ഒരു സ്ഥലം പോലും ബാക്കിയില്ലാതെ അത്രത്തോളം അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ആളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അഹങ്കാരത്തോടുകൂടി മാറി നിന്ന ഇബ്ലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പുറത്തു പോകണം. മലക്കുകളുടെ ഉസ്താദായിരുന്നു ആര്? ഇബ്ലീസേ, ഇത്ര വലിയ ഉസ്താദായിട്ടും കാര്യമില്ല. എന്തുണ്ടാവണം? വിനയമുണ്ടാകണം. വിനയമില്ലാതെ എത്ര വലിയ ഉസ്താദായിട്ടും കാര്യമില്ല എന്ന് പഠിപ്പിച്ചു തരികയാണ് ഈ ചരിത്രത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ അഹങ്കാരത്തോടുകൂടെ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചപ്പോ ആ ഇബ്ലീസിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെ ശപിക്കപ്പെട്ടവനായ നിലയിൽ പുറം തള്ളിയത്. വേറെ എത്ര വലിയ തെറ്റ് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അല്ലാഹു തആല പുറത്തു കൊടുക്കാത്ത കാര്യമില്ല. പക്ഷേ ഈ അഹങ്കാരം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല കാലത്തും ഇബ്ലീസിന് പുറത്തു കൊടുക്കുവോ? ഇല്ല, ഒരു കാലത്തും പുറത്തു കൊടുക്കൂല. അവസാനം വരെ ഫൈന്നക റജീം, നീ ശപിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് നിന്ന് പുറത്താക്കി ഇബ്ലീസിനെ. ആ ഇബ്ലീസിന്റെ സ്വഭാവമാണ്
അഹങ്കാരം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി തന്റെ പ്രിയപ്പെട്ട മോളായ ഫാത്തിമയ്ക്ക് കൊടുത്ത ഉപദേശം, മോളെ നീ അനുസരണയില്ലാത്ത അഹങ്കാരിയായി മാറരുത് മോളെ, അനുസരണയില്ലാത്ത അഹങ്കാരിയായി മാറാൻ പാടില്ല. അപ്പൊ പുരുഷന്മാര് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, തന്റെ ഭാര്യയിൽ നിന്ന് ഒരിക്കലും നാം ഉദ്ദേശിക്കുന്ന, നാം നിർദ്ദേശിക്കുന്ന, നാം ശാസിക്കുന്ന, നാം കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപടി അനുസരിക്കുന്ന ഒരു ഭാര്യയെ ദുനിയാവിൽ ഒരു സ്ഥലത്തും കിട്ടൂല. ഇതൊന്നാമതായി നമ്മൾ എന്ത് ചെയ്യണം? പുരുഷന്മാര് മനസ്സിലാക്കി വെക്കണം. നമ്മൾ കൽപ്പിക്കുന്നത് അതേപടി അനുസരിക്കുന്ന, അതേപടി സ്വീകരിക്കുന്ന ഒരു ഭാര്യയെ നമുക്ക് കിട്ടൂല. അതാണ് ആദ്യത്തെ ഉപദേശത്തിൽ തന്നെ പറയാൻ കാരണം, അനുസരണയില്ലാത്ത അഹങ്കാരിയാകരുത് എന്ന്. അനുസരണക്കേട് അവരിൽ നിന്നുണ്ടാകും. പക്ഷേ അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരി, നിങ്ങളിൽ നിന്നൊരിക്കലും അഹങ്കാരമുണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ വിശ്വാസത്തെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പോലും നമ്മെ പുറത്താക്കുന്ന കാര്യമാണേത്? അഹങ്കാരം എന്നുള്ളത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സദസ്സിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അല്ലേ? കുടുംബം അത് സ്വർഗത്തിലേക്ക് പോകണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹവും നമ്മുടെ ചിന്തയും. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ തങ്ങൾ വരുന്നുണ്ട്, ആ തങ്ങളെ ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. തീർച്ചയായും നമ്മുടെ ദുആഇന് ഉത്തരം കിട്ടും എന്ന് പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു സദസ്സായി മാറിയിരിക്കുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സ്വഭാവം, അനുസരണയില്ലാത്ത അഹങ്കാരിയാകരുത് എന്നാണ് ആദ്യമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട മകളെ ഉപദേശിച്ചത്. രണ്ടാമതായി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഉപദേശിക്കുന്ന ഉപദേശം, മോളെ നീ ഒരിക്കലും ഭർത്താവിൻ്റെ മുഖത്തു നോക്കി നിന്റെ മുഖം ചുളിക്കരുത്. നീ ഒരിക്കലും ഒരു തൃപ്തിയില്ലാത്ത രീതിയിലുള്ള നോട്ടം നിന്റെ ഭർത്താവിൻ്റെ നേരെ നോക്കരുത് എന്ന്. അങ്ങനത്തെ ഒരു നോട്ടം ഒരു കാരണവശാലും നിന്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നീ നോക്കരുത് മോളെ എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചത്. അവിടെ നിന്ന് പറയാ, വീണ്ടും ഉപദേശിച്ചു, മോളെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ച മുഖത്തോടുകൂടെ നീ അവരെ സ്വീകരിക്കുക എന്നത്. ആ മോള് അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് അല്ലേ? ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് ആത്മാർത്ഥമായി തൻ്റെ മകളെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ആ മകളുടെ ജീവിതത്തിൽ എന്നും അത് ഓർമ്മയിലുണ്ടാകും. വീണ്ടും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോളെ നീ എന്നു മരിച്ചാലും ഭർത്താവിൻ്റെ തൃപ്തിയിലല്ലാതെ നീ മരിക്കരുത് കേട്ടോ. വല്ലാത്തൊരു ഉപദേശമാണത്. നീ എന്നു മരിച്ചാലും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ തൃപ്തിയിലല്ലാതെ മോളെ നീ മരിക്കരുത്. എൻ്റെ മകളാണെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ലോകത്തിൻ്റെ നായകൻ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മോളെന്നുള്ള പരിഗണനയില്ല. മോളെ നീ എന്നു മരിച്ചാലും നിന്റെ പ്രിയതമന്റെ തൃപ്തിയോടുകൂടെയല്ലാതെ നീ മരണപ്പെട്ടു പോകരുത് മോളെ. ഈ ഉപദേശം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്ത ഉപദേശങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരാ, പ്രിയമുള്ള സഹോദരി, നാമും ഈ ഉപദേശത്തെ സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്തുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഉപദേശം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഉപദേശം കൊടുക്കണ്ടേ? വേണ്ടേ? വേണം ഈ ഉപദേശം. കാരണം പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഈ വിഷയം ഇങ്ങനെ വെക്കാൻ തന്നെ കാരണം പുതിയ കാലഘട്ടത്തിലെ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിരിക്കാം അല്ലേ ഷർഫുക്ക? അതെ, ഒരുപാട് കുടുംബജീവിതം തകർന്നു പോകുന്ന ഒരുപാട് കഥകൾക്ക് സാക്ഷികളായവരാണ് നമ്മൾ. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ആളുകൾ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അറിയാനും അതിൽ ഇടപെടാനും സാധിക്കുന്നു എന്ന നിലയിൽ നമുക്കറിയാം. ഒരുപാട്
പ്രശ്നങ്ങൾ, ഒരുപാട് പൊട്ടലുകളും ചീറ്റലുകളും കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണിതിൻ്റെ ഉത്തരവാദി? ആരാണിതിൻ്റെ ഉത്തരവാദി? ഒരു കുടുംബം ചേർക്കുന്നത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ബലിഷ്ഠമായ കരാറിലൂടെ ഒരു അന്യനായ പുരുഷനും ഒരു സ്ത്രീയെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ അതിലൂടെ നാം ആഗ്രഹിക്കുന്നതും നാം ഉദ്ദേശിക്കുന്നതും അവസാനം വരെ ഒരുമയോടെ ഒന്നിച്ച് മുന്നോട്ടു പോകുന്ന ഒരു സന്തുഷ്ടമായ കുടുംബമായി മാറട്ടെ എന്നുള്ള ആശംസകളോടെയാണ് നമ്മളൊരു കുടുംബത്തെ വിളക്കി ചേർക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മളവിടെ ദുആ പോലും ചെയ്യുന്നത്. എന്തെന്നാ? അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈനി കമാ അല്ലഫ്ത ബൈന നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബൈന അസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഭാര്യമാരും എങ്ങനെ ജീവിച്ചുവോ, സന്തോഷത്തോടുകൂടെ എങ്ങനെ ജീവിച്ചുവോ, അതുപോലെ നല്ലൊരു കുടുംബമാക്കി മാറ്റണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഒരു പുരുഷന്റെ കൈകളിലേക്ക് ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ഉത്തരവാദിത്തം അത് പുരുഷന്റെ തലയിലുണ്ട്. ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാര്യയോട് അവൻ കാണിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. നമ്മുടെ കൽപ്പനകൾ അനുസരിക്കാനുള്ളവൾ മാത്രമാണോ? നമ്മുടെ വീട്ടുജോലി ചെയ്യാനുള്ളവർ മാത്രമാണോ? നമ്മുടെ തുണി അലക്കാൻ വേണ്ടി നാം വീട്ടിൽ നിയോഗിച്ച ഒരു വേലക്കാരിയാണോ നമ്മുടെ ഭാര്യ? അല്ല. പരിശുദ്ധമായ ഇസ്ലാം ഒരുപാട് സ്ഥാനങ്ങൾ നൽകി ആദരിച്ചവളാണ് ഭാര്യ, പെണ്ണ് എന്ന് പറയുന്നത്. അവളോടുള്ള ഉത്തരവാദിത്തം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് അവളോടുള്ള ഉത്തരവാദിത്തം? ഒന്നാമതായി അവളോട് പാലിക്കേണ്ട ഉത്തരവാദിത്തം ഹുസ്നുൽ ഖുൽഖി മഅഹുന്ന, അവളോട് സൽസ്വഭാവത്തോടുകൂടെ പെരുമാറുക എന്നുള്ളതാണ്. അവളോട് സൽസ്വഭാവത്തോടുകൂടെ പെരുമാറുക, നല്ല സ്വഭാവത്തിലൂടെ. എപ്പോഴും നല്ല സ്വഭാവം മാത്രം, നല്ല രീതിയിലുള്ള പെരുമാറ്റം. ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് കൊതിക്കുന്നത് സൽസ്വഭാവമാണ്, നല്ല പെരുമാറ്റമാണ്. നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, കഴിക്കാനൊന്നും ഇല്ലെങ്കിലും ശരി, അത് കഞ്ഞിയും കപ്പയുമാണെങ്കിലും ശരി, ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടിയാൽ മതി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ശരിയാണത്. ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സൽസ്വഭാവമാണ്, നല്ല പെരുമാറ്റമാണ്, നല്ല സ്നേഹമാണ്, നിഷ്കളങ്കമായ സ്നേഹമാണ് ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാം പുരുഷനോട് പറയുന്നു, മനുഷ്യ, ഓ പുരുഷ, നിന്റെ കസ്റ്റഡിയിലുള്ള പെണ്ണിനോട് നീ സൽസ്വഭാവത്തോടുകൂടെ പെരുമാറണേ, നല്ല സ്വഭാവത്തിൽ മാത്രം അവളോട് പെരുമാറണേ എന്ന് പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിക്കുകയാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ, ഒരു ബലിഷ്ഠമായ കരാറാണ് നിങ്ങൾ അവളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന കരാറ് പോലും അത് ബലിഷ്ഠമായ കരാറാണ്. എന്താ കരാറിലൂടെ പറയുന്നത്? നല്ല രീതിയിൽ വർത്തിക്കാം, നല്ല രീതിയിൽ ഇവളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന കരാറിലൂടെയാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്വന്തമാക്കുന്നത്, അവൻ്റെ ഭാര്യയാക്കി സ്വീകരിക്കുന്നത്. സൽസ്വഭാവത്തോടുകൂടെ പെരുമാറിക്കൊള്ളാം എന്ന പ്രതിജ്ഞയോടുകൂടെയാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്വന്തമാക്കുന്നത്. അല്ലേ? നിക്കാഹിലൂടെ നമ്മൾ ആദ്യം പറയാറില്ലേ, എന്താ? ഉസവ്വിജുക അലാമാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അതിന്റെ അർത്ഥം നമ്മൾ ആരും പറഞ്ഞു കൊടുക്കാറില്ല, അല്ലേ? നമ്മൾ അതിന് ശേഷമുള്ള അർത്ഥം പറയാറുള്ളൂ. എന്ത്? എൻ്റെ മകളെ ഇത്ര ഗ്രാം സ്വർണത്തിന് പകരമായി, മഹറിന് പകരമായി താങ്കൾക്ക് ഞാൻ വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു, അല്ലേ? അതിന് മുമ്പുള്ളതിൻ്റെ അർത്ഥം പറയാറില്ലല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ ഇനി പറയാൻ പോണ സ്ത്രീധനമൊന്നും തരൂല എന്നാ പറഞ്ഞത്. നമ്മൾ മേടിക്കുന്ന സ്ത്രീധനം ഉണ്ടല്ലോ, ഒന്നും തരൂല. പിന്നെ എന്തേ തരുള്ളൂ? എൻ്റെ മകളെ നിങ്ങൾ കേൾപ്പിക്കുകയാണ്, എങ്ങനെ നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊള്ളാം എന്ന കരാറിൻ്റെ മേൽ, അവളെ ഒരിക്കലും ദ്രോഹിക്കില്ല എന്ന കരാറിൻ്റെ മേൽ, അവരെ ഒരിക്കലും അടിക്കില്ല എന്ന കരാറിൻ്റെ മേൽ, എന്നും സൽസ്വഭാവത്തോടുകൂടെ നിലകൊള്ളാം എന്ന കരാറിൻ്റെ മേൽ എൻ്റെ മകളെ നിങ്ങൾക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുന്നു എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞു തന്നാൽ പകുതി വിവാഹം എന്താവില്ല, ചിലപ്പോൾ നടക്കൂല. നമ്മൾ പറയുന്നത് എന്താ? മഹറിൻ്റെ കാര്യം. അത് അവിടെ നമ്മൾ പല വളവും കാണിക്കും.
മഹറിൻ്റെ കാര്യത്തിൽ പോലും അല്ലേ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ സംഭവമാണെന്ന് കരുതിയാൽ മതി. ഏതായാലും മഹർ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാ മഹർ കൊടുക്കുക? നമ്മൾ സാധാരണ കണ്ടേക്കണ എങ്ങനെയാണെന്നറിയോ? ഒരു മാല ഉണ്ടാവും അല്ലേ? മാലയാണെങ്കിൽ മാല, അല്ലെങ്കിൽ അത് മാല, അതിൻ്റെ തുമ്പത്തൊരു ചെറിയ ലോക്കറ്റ് ഉണ്ടാവും. എന്നിട്ട് മഹർ എന്താന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് ഈ ലോക്കറ്റ് എന്താ, ഈ ലോക്കറ്റ്, ഈ ചെറിയ ഗ്രാം വരുന്ന ലോക്കറ്റ് കൊടുത്തിട്ട് പറയും ഇതാണ് മഹർ. എന്താ കാരണം എന്താ? നമ്മൾ അവിടെയും ഒരു അഡ്വാൻസ് എടുത്തു വയ്ക്കുക. കാരണം എന്താ? എങ്ങാനും തകർന്നു പോയ മാല പോകണ്ടല്ലോ, താലി മാത്രം, ലോക്കറ്റ് മാത്രം പോയാൽ മതിയല്ലോ, മാല തിരിച്ചു കിട്ടൂലോ എന്നുള്ള അവിടെ നമ്മളൊരു അഡ്വാൻസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, കാര്യം ചെയ്യണം. ഇല്ല, അങ്ങനെയല്ലേ? ഇവിടെ അങ്ങനെയല്ലേ? അല്ലേ? അങ്ങനെയാണോ? അല്ല, നിങ്ങളൊക്കെ നല്ല ആളുകളാ അല്ലേ? ഞാൻ കണ്ട നമ്മുടെ നാട്ടിലെ കഥ പറയണതാ. ഏതായാലും നിങ്ങൾ അങ്ങനെയല്ല എങ്കിൽ നല്ല കാര്യം. എന്തായിരുന്നാലും ആ കാര്യം മാത്രമേ നമ്മൾ പറയാറുള്ളൂ. പക്ഷേ അതിന് മുമ്പ് കൊടുക്കുന്ന ആ കരാറിനെ പറ്റിയാണ് പറയുന്നത്. വഅഖദന മിൻകും മീസാഖൻ ഗലീദാ, ബലിഷ്ഠമായ കരാറാണത്. അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു പെണ്ണിനെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോ ആ പെണ്ണിനെ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല, ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ഒരിക്കലും അവളെ ആക്രമിക്കാൻ പാടില്ല. നിന്റെ അടിമയല്ലാതെ, നിനക്ക് ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു ജീവിയല്ലാതെ. നേരെ മറിച്ചോ ഹുസ്നുൽ ഖുൽഖി മഅഹുന്ന, അവളോട് സൽസ്വഭാവത്തോടുകൂടെ നല്ല പെരുമാറ്റത്തോടുകൂടെ മാത്രമേ നിന്റെ ഭാര്യയോട് നീ പെരുമാറാൻ പാടുള്ളൂ. ഈ സൽസ്വഭാവം ആദ്യമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ ഒരു പരിധിവരെ പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിക്കും. നമ്മളെന്താ കാണില്ല, നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അന്നത്തെ ഭക്ഷണം പാചകമായില്ലെങ്കിൽ, അല്ലെങ്കിൽ കറി വയ്ക്കാൻ താമസിച്ചു പോയാൽ അതിൻ്റെ പേരിൽ ശാസിക്കുന്ന ഭർത്താവ്, അതിൻ്റെ പേരിൽ പീഡിപ്പിക്കുന്ന ഭർത്താവ് ഇല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കറിയിൽ ഉപ്പ് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ തൊലാക്ക് ചൊല്ലുക എന്നൊക്കെ ഇല്ലേ? അതൊക്കെ ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ്. അതൊക്കെ നമുക്കെന്താ, ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഭാര്യ എന്നുള്ളത് തൻ്റെ ഇംഗിതത്തിന് വഴങ്ങി തൻ്റെ അടിമയെപ്പോലെ ജീവിക്കേണ്ടവളാണെന്നുള്ള ഒരു ധാരണ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കടന്നുകൂടി. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദ്യം നമ്മൾ ഭർത്താവിൻ്റെ കടമകളാ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ സ്ത്രീകൾ പറയണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും മുസ്ലിയാർ എന്ന് പറയണ്ടോ അല്ലേ? ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഇനി ഭാര്യയുടെ കടമയിലേക്ക് വരുമ്പോഴും നിങ്ങൾ ഈ ഒരു കാഴ്ചപ്പാടുണ്ടാകണം എന്ന് മാത്രമേ ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കടമ ഹുസ്നുൽ ഖുൽഖി മഅഹുന്ന, അവളോട് സൽസ്വഭാവത്തോടുകൂടെ പെരുമാറുക എന്നുള്ളത്. ഈ ഒരു വിഷയം ആയതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ പറയണേ. ഈ ഒരു വിഷയം നമുക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല ഷർവക്ക, ഈ ഒരു വിഷയം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വഅദ് വയ്ക്കാൻ വേണ്ടി സാധാരണ ഈ ഭർത്താവിനോടൊത്ത് സ്വർഗത്തിലേക്കെന്നൊക്കെ ആദ്യം കേൾക്കുമ്പോൾ അല്ല കഥാപ്രസംഗാന്ന് തോന്നിപ്പോ. ഹുസ്നുൽ ഖുൽഖി മഅഹുന്ന, സൽസ്വഭാവത്തോടുകൂടെ പെരുമാറുക എന്നുള്ളതാണ്. സൽസ്വഭാവം ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതാ സൽസ്വഭാവമാണ്. അത് വീട്ടിൽ എന്തെങ്കിലും ഒരു ന്യൂനത വന്നു പോയതിൻ്റെ പേരിൽ ഇവിടെ വിഷയതാണ്. ഒരു ഭാര്യ അവളുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ല ഭർത്താവിന് വസ്ത്രം അലക്കി കൊടുക്കുക എന്നുള്ളത്, ഭർത്താവിന് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുക എന്നുള്ളത്, ഭർത്താവിന് വേണ്ടി മറ്റ് ജോലികൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ഭാര്യയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല. പിന്നെ എന്താ അവർ ചെയ്തു തരുന്നത്? അവർ ചെയ്തു തരുന്നത് അവരുടെ ഒരു സേവനമായി കാണണം. ആദ്യമായി പ്രിയമുള്ള സഹോദരിമാരോട് പറയുക, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു സേവനമാണ്, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു സേവനമാണ്. പക്ഷേ അതിൻ്റെ നിയ്യത്ത് നന്നാകണം. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു വരാം. ഒന്നാമതായി സൽസ്വഭാവത്തോടുകൂടി പെരുമാറുക എന്നുള്ളതാണ്. ഒരു ഭാര്യയോട് ഒരു ഭർത്താവ് നല്ല രീതിയിൽ പെരുമാറുക, സന്തോഷത്തോടുകൂടെ പെരുമാറുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട് പെരുമാറിയത് എങ്ങനെയാ പെരുമാറിയത്? സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, കളിയും ചിരിയും തമാശയുമായി
പ്രിയപ്പെട്ട ഭാര്യമാരോടൊത്തു കഴിഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ മാതൃകയാ. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അവിടുത്തെ കുടുംബത്തോടൊപ്പം ജീവിച്ച, അവിടുത്തെ കുടുംബത്തോടൊപ്പം ചിലവഴിച്ച എത്രയെത്ര സമയങ്ങളാ ഹബീബായ തങ്ങൾ അവിടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ കൂടെ ചിലവഴിച്ചത്. എത്രയെത്ര സമയങ്ങൾ, സന്തോഷകരമായ മുഹൂർത്തങ്ങൾ അല്ലേ. ഭാര്യമാർ, എത്ര ഭാര്യമാരുണ്ടായിരുന്നു നബി തങ്ങൾക്ക്, എത്ര വിവാഹം കഴിച്ചു. നമ്മുടെ നേതാവായ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ജീവിതത്തിൻ്റെ എല്ലാമായി കാണുന്ന ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, അവരുടെ പേരാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. തൻ്റെ മാതാപിതാക്കളെക്കാൾ, തൻ്റെ മക്കളെക്കാൾ, തൻ്റെ ഭാര്യ സന്താനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാവില്ല എന്ന് പഠിപ്പിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ. ആരെങ്കിലും ഉണ്ടോ ധൈര്യത്തോടുകൂടെ ഒന്ന് കൈവക്കാൻ? ആരുമില്ല. എന്നാൽ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് അതൊന്ന് കണ്ടെത്തണം കേട്ടോ. കണ്ടെത്താൻ ശ്രമിക്കൂലേ? ഇൻഷാ അല്ലാ. അങ്ങനെ ഒരു ഇൻഷാ അല്ലാ പറഞ്ഞേ. ഇൻഷാ അല്ലാ. സ്ത്രീകളും സഹോദരിമാരൊക്കെ കണ്ടെത്തണം കേട്ടോ. കാരണം അത് അത്യാവശ്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാര്യമാരുടെ പേര് പോലും നമുക്കറിയില്ലേ, പിന്നെ നമ്മൾ എന്ത് സ്നേഹം എന്നാ പറയണത്? അപ്പോൾ അവരുടെ പേരുകൾ പഠിക്കുക, അവരോടുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അതിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവരോട് നല്ല രീതിയിൽ പെരുമാറുക. പരിശുദ്ധമായ ഇസ്ലാം ഒരു പുരുഷനോട് പറയുന്നു, ഒരു ഭർത്താവിനോട് പറയുന്നു, ഭർത്താവ് ഒരു ഭാര്യയോട് നീ നല്ല രീതിയിൽ പെരുമാറണം, സൽസ്വഭാവത്തോടു കൂടി പെരുമാറണം. ഒരു അടിമയെ പോലെ, ഒരു വേലക്കാരിയെ പോലെ പെരുമാറാൻ പാടില്ല. അവളോട് മോശമായി പറയാൻ പാടില്ല, മോശമായി സംസാരിക്കാൻ പാടില്ല, അവളെ ഉപദ്രവിക്കാൻ പാടില്ല, അവളെ മർദ്ദിക്കാൻ പാടില്ല. അവൾ ഭക്ഷണം പാചകം ചെയ്തില്ല എന്ന പേരിൽ അവളെ ആക്രമിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഇസ്ലാം പറയുന്നു. എത്ര സുന്ദരമായ ആദർശങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റേത്. വേറെ ആരാ ഇതുപോലെ പറഞ്ഞിട്ടുള്ളത്? ആരാ സഹോദരിമാരെ നിങ്ങൾക്കിതുപോലെ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്? നിങ്ങൾക്കിതുപോലെ അവകാശം നൽകിയിട്ടുള്ളതാരാ? അത് പരിശുദ്ധമായ ഇസ്ലാം അല്ലാതെ മറ്റൊരു മതവും ഇത്തരം രീതിയിലുള്ള സംരക്ഷണം സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. രണ്ടാമത്, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ് ഭാര്യമാരോടൊത്ത് സമയം ചിലവഴിക്കുക എന്നുള്ളത്. ഭാര്യമാരോടൊത്ത് സമയം ചിലവഴിക്കുക എന്നുള്ളത് ഇന്ന് നമുക്ക് തീരെ ഇല്ലാത്തൊരു പരിപാടിയാണ്, അല്ലേ? ഭാര്യമാരുടെ കൂടെ സമയം ചിലവഴിക്കുക എന്നുള്ളത് നമുക്ക് തീരെ ഇല്ലാത്തൊരു പരിപാടിയാണ്, അല്ലേ? ശരിയല്ല? ഞാൻ പറയുന്നത് ശരിയല്ലേ? അല്ലേ? കാരണം എന്താ? നമുക്ക് ഒരു പണിയില്ല എന്ന് വിചാരിക്കുക, ഒരു പണിയില്ല, എന്നാലും നമ്മൾ വീട്ടിലിരിക്കൂല. പിന്നെ അവിടെ പോയിരിക്കും, അങ്ങാടി പോയിരിക്കും, ഇല്ലേ? ശരിയല്ലേ? അങ്ങാടി പോയിരിക്കും. ഈ അങ്ങാടി പോയിരിക്കുന്നതാണോ അതോ കുടുംബത്തിലിരിക്കുന്നതാണോ ശ്രേഷ്ഠത? ശ്രേഷ്ഠത എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും വീട്ടിലിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യില്ല, വീട്ടിലിരുന്ന ഒരു സ്വസ്ഥത കിട്ടൂല. അങ്ങാടി പോയി കഴിഞ്ഞാലാണ് അവിടുത്തെ 4 വർത്തമാനങ്ങളും അവൻ്റെ കുറ്റവും കുറവൊക്കെ കേൾക്കാനും അത് പറയാനൊക്കെ സൗകര്യം. അങ്ങാടിയിലായതുകൊണ്ട് നമ്മൾ ഒരു പണിയില്ലെങ്കിലും നമ്മൾ വീട്ടിലിരിക്കൂല. പാടില്ല. പരിശുദ്ധമായ ഇസ്ലാം പറയുന്നു, നീ നിന്റെ ഭാര്യമാരോടൊത്ത് നീ സമയം ചിലവഴിക്കുക എന്നുള്ളത് അത് നിന്റെ ബാധ്യതയാണ്. അത് നിന്റെ കടമയിൽപ്പെട്ട കാര്യമാണ്. എന്ത്? ഭാര്യമാരോടൊത്ത് സമയം ചിലവഴിക്കുക എന്നുള്ളത്. കൂട്ടത്തിൽ പറയട്ടെ, അങ്ങാടിയിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടൗണിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ, പീഡികത്തിണ്ണയുടെ മൂലയിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നല്ല മനുഷ്യന് യോജിച്ച പരിപാടിയല്ല അത്. കാരണം അങ്ങാടി എന്നുള്ളത് ആരുടെ വാസസ്ഥലാന്നറിയോ? ആരുടെയാ? പിശാചിന്റെ വാസസ്ഥലമാണ് പ്രിയമുള്ളവരെ. കാരണം പിശാചിനെ പുറത്താക്കിയ സമയത്ത് പിശാച് അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹുവേ എനിക്ക് ഇരിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ, എനിക്കിരിക്കാൻ
നിങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അധിക സമയം അവിടെ ചിലവഴിക്കരുത് എന്ന് പറയുന്നത്. നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി പോവുക, അത് കഴിഞ്ഞാൽ വേഗം തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുക. എന്നിട്ട് നിന്റെ ഭാര്യയുടെ കൂടെ ഇരിക്ക്, നിന്റെ ഭാര്യയോട് തമാശ പറയ്, നിന്റെ ഭാര്യയോടൊത്ത് കളിക്ക്, നിന്റെ ഭാര്യയോടൊത്ത് ചിരിക്ക്. എന്തേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരോടൊത്ത് തമാശ പറഞ്ഞിരുന്നു, ഭാര്യമാരോടൊത്ത് കളിച്ചിരുന്നു, അവരോടൊത്ത് ചിരിച്ചിരുന്നു. ഹദീസുകളിൽ കാണാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോടൊപ്പം കളിക്കുകയും ചിരിക്കുകയും ചെയ്തതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയായിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓട്ടമത്സരം നടത്തി. എന്ത് നടത്തി? ഓട്ടമത്സരം നടത്തി. ആര്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിൽ ഓട്ടമത്സരം നടത്തി. അതിന്റെ കഥ പറയുന്നുണ്ട്. ഓട്ടമത്സരം നടത്തി. ആദ്യം ഓട്ടമത്സരം നടത്തിയപ്പോൾ അന്ന് ആയിഷ ബീവി ചെറിയ കുട്ടിയായിരുന്നു. അധികം തടിയൊന്നുമില്ലാത്ത മെലിഞ്ഞ ഒട്ടിയ ശരീരപ്രകൃതിക്കാരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഓട്ടമത്സരം നടത്തിയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാജയപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ ആ ഒരു വൈരാഗ്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത്യാവശ്യം തടിയൊക്കെ ആയി. ഇനിയിപ്പോൾ ഓടിയാൽ എത്തൂല എന്ന് മനസ്സിലായപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഇന്ന് ഞാനുമായിട്ട് മത്സരിക്കാനുണ്ടോ? അങ്ങനെ അവർ വീണ്ടും ഓട്ടമത്സരം നടത്തി. അന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയിച്ചിട്ട് പറഞ്ഞു, ആയിഷ ഹാദിഹി ബിതിൽക, അന്ന് ഇയാൾ എന്നെ പരാജയപ്പെടുത്തിയിരുന്നല്ലോ, ഇതതിനുള്ള മറുപടിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എത്ര സന്തോഷകരമാണ്. ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് നാളെ നിങ്ങൾ ഓടാൻ നിൽക്കണ്ടാട്ടാ. നിങ്ങൾ ഭാര്യയും ഭർത്താവും നാളെ റോട്ടിലൂടെ ഓടാൻ നിൽക്കണ്ട. അതിനുമുണ്ട് ചില മര്യാദകളൊക്കെ. ഇപ്പം നബിതങ്ങളും അവിടുത്തെ ഭാര്യയും ഓടി എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ നാളെ റോട്ടിലിറങ്ങി ഓടാൻ നിന്ന് കഴിഞ്ഞാൽ കാണുന്നവർ പറയും, പടച്ച തമ്പുരാനെ, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇതിപ്പോൾ എന്ത് പറ്റിപ്പോയി എന്ന് മറ്റുള്ളവർ പറയും. അതുകൊണ്ട് നിങ്ങൾ ഓടാൻ നിൽക്കണ്ട. അതിനുമുണ്ട് ചില മര്യാദകളും ചില സ്വകാര്യതകളൊക്കെ. അപ്പം അത്തരത്തിൽ വിനോദങ്ങളും കളിയും തമാശയും ഇതൊക്കെ കലർന്നതായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്നത്. നബി തങ്ങൾക്ക് തിരക്കുണ്ടായിരുന്നില്ലേ? അല്ലേ? നബി തങ്ങൾ എത്ര തിരക്കുള്ളയാളാ. മദീനയിലെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കണം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനിടയിൽ തീർപ്പ് കൽപ്പിക്കണം. അങ്ങനെ ഏതേത് സമയത്തും ജോലിയിലായിരിക്കുന്ന, ജോലി തിരക്കിലായിരുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാരോടൊത്ത് സമയം ചിലവഴിക്കാൻ അവിടുന്ന് സമയം കണ്ടെത്തിയിരുന്നു. ഭാര്യമാരോടൊത്ത് സമയം ചിലവഴിക്കുക, നല്ല രീതിയിൽ അവരോട് തുറന്ന് സംസാരിക്കുക, ഇത് രണ്ടുമൊന്നില്ല. അതായത് ഭാര്യമാരോടൊത്ത് സമയം ചിലവഴിക്കലുമില്ല, അതുപോലെ തന്നെ അവരോടുള്ള തുറന്ന സംസാരവുമില്ല. ഇന്ന് രണ്ട് രീതിയിൽ ഇന്ന് സംസാരം തന്നെ ഇല്ലാതായിപ്പോയി. കുടുംബത്തിൻ്റെ ഉള്ളിൽ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ സംസാരം തന്നെ ഇല്ലാതായിപ്പോയി. സുബ്ഹാനല്ലാഹ്, ശരിയല്ലേ? സംസാരം പോലും ഒന്നും നടക്കണില്ല. കാരണം എന്താ? വൈകുന്നേരമായി കഴിഞ്ഞാൽ വൈകുന്നേരം ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അപ്പോൾ മിക്കവാറും സീരിയലുകളുടെ സമയമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സ്ത്രീകളൊക്കെ അതിൻ്റെ മുമ്പിലായിരിക്കും. ഇനി ഭർത്താവ് വന്നാലോ, ഭർത്താവിന് എന്താ പരിപാടി? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രണ്ട് പരിപാടികളുള്ളൂ. ഏത്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ, വാട്സപ്പ്, ഫേസ്ബുക്ക് അതിലിങ്ങനെ നോക്കി ഇരിക്കും. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ടി വിയുടെ റിമോട്ടും ഞെക്കി സീരിയലുകൾ മാറ്റി ഇങ്ങനെ ഇരിക്കും. അവർക്കിടയിൽ സംസാരം നടക്കുന്നില്ല. ഇല്ലേ? ശരിയല്ല ഞാനേ പറഞ്ഞത്? അല്ലേ? നിങ്ങളെന്താ സമ്മതിക്കാത്തെ? ശരിയാണ്. ഇന്ന് കുടുംബ ജീവിതത്തിൻ്റെ ഉള്ളിൽ കുടുംബം തകർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം
അത് മറ്റൊന്നുമല്ല, അതവർക്കിടയിൽ സംസാരം പോലും നടക്കുന്നില്ല. പരസ്പരമുള്ള തുറന്ന ചർച്ചകൾ, പരസ്പരം അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരത്താണിയായിട്ട് അവർ പരസ്പരം കണ്ടിട്ടില്ല. എന്തിനാ ഭാര്യ എന്നാ ഖുർആൻ പറഞ്ഞത്? എന്തിനാ ഭാര്യ? വമിൻ ആയാതിഹി അൻ ഖലക ലകും മിൻ അൻഫുസികും അസ്വാജാ. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അല്ലാഹുവിൻ്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത്. അത് കാരുണ്യവാനായ തമ്പുരാന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. എന്തിനാ? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾക്ക് പരസ്പരം സമാധാനം കിട്ടാൻ വേണ്ടി, ശാന്തി കിട്ടാൻ വേണ്ടി, പരസ്പരമുള്ള പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരത്താണിയായിട്ടാണ്, പരസ്പരമുള്ള പ്രയാസങ്ങൾ പങ്കുവെക്കാനുള്ള നിങ്ങളുടെ പങ്കാളിയായിട്ടാണ്, നിങ്ങളുടെ ഇണയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും നൽകിയിട്ടുള്ളത്. ഇത് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, തട്ടിക്കളയാൻ പറ്റില്ല. അതുകൊണ്ടൊരു ഭാര്യ എന്തിനാ, ഒരു ഭാര്യയ്ക്കൊരു ഭർത്താവ് എന്തിനാ? പരസ്പരമുള്ള പ്രയാസങ്ങളും പരസ്പരമുള്ള പ്രശ്നങ്ങളും ഇറക്കി വെക്കാനുള്ള അത്താണിയായിട്ടാണ് അല്ലാഹു തആല നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചുള്ളത്. ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ. അല്ലാഹു തആല നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും അതുപോലെ തന്നെ കാരുണ്യവും നൽകിയത് അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളിൽ പെട്ടതാകുന്നു. പരസ്പരം സ്നേഹം നൽകി, പരസ്പരം കാരുണ്യം നൽകി. ഒരു കുടുംബജീവിതത്തിൻ്റെ അടിത്തറ, ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് സ്നേഹമാണ്, സ്നേഹമാണ്, സ്നേഹമാണ്. അതുപോലെ തന്നെ കാരുണ്യമാണ്. ഇത് രണ്ടുമാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ അടിത്തറ. പരസ്പരമുള്ള സ്നേഹമാണ്, പരസ്പരമുള്ള കാരുണ്യമാണ്. അതുകൊണ്ട് പുരുഷന്മാരോട് പരിശുദ്ധമായി ഇസ്ലാം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് സമയം ചെലവഴിക്കുക, അവരോട് തുറന്ന് സംസാരിക്കുക, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരത്താണിയായിട്ട് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ കാണുക. അങ്ങനെ വന്നാൽ കുടുംബത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത്, പരസ്പരം സംസാരിച്ച് അത് ഇല്ലാതാക്കാൻ ഒരു പരിധി വരെ നമുക്ക് സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പുതിയ സീരിയലുകളുടെ സംസ്കാരത്തിൽ നിന്ന്, പുതിയ വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും പിന്നാലെ പോയിട്ട് സമയത്തിൻ്റെ അധിക ഭാഗവും ചിലവഴിക്കുന്ന പുരുഷന്മാരും പ്രിയമുള്ള ഭർത്താക്കന്മാരും ചിന്തിക്കേണ്ടത് അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. വാട്സപ്പ് ഫേസ്ബുക്ക് വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ എപ്പോഴും അതിൻ്റെ പിന്നാലെ പോയാൽ അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തെ പോലും ബാധിച്ചേക്കും, ഒരുപക്ഷെ അത് നമ്മുടെ കുടുംബജീവിതം പോലും ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഭാര്യമാരോട് സംസാരിക്കണേ, ഭാര്യമാരോട് ചിരിക്കണേ, ഭാര്യമാരോട് തമാശ പറയണേ, ഭാര്യമാരോടൊപ്പം സമയം ചെലവഴിക്കാൻ, അവരോടൊത്ത് കളിക്കണേ എന്ന് പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത കൊണ്ടാണ്, അതുകൊണ്ടുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അവരോടൊപ്പം സമയം ചെലവഴിക്കുക, അവരോടൊത്ത് സംസാരിക്കുക. അവർ സംസാരിക്കുമ്പോൾ കുടുംബത്തിലെ മക്കളെ ഒപ്പം ഇരുത്തുക, മക്കളോട് സംസാരിക്കുക, മക്കളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. മക്കളുടെ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരനായി പിതാവും അതുപോലെ തന്നെ മാതാവും മാറുക. അതാണ് പുതിയ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ, മക്കൾ മറ്റുള്ള മാർഗത്തിലേക്ക് കടന്നു പോകാതിരിക്കാൻ ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കൂട്ടുകാരൻ, ഏറ്റവും നല്ല അടുത്ത സുഹൃത്ത് അത് പിതാവും മാതാവുമായിരിക്കണം. എന്നാലേ അവർ വഴിതെറ്റിപ്പോകാതിരിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ അവസ്ഥയൊക്കെ വല്ലാത്ത മോശ. ഇന്ന് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക നമ്മൾ തന്നെ അല്ലേ. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ വഴിതെറ്റിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ സാഹചര്യമാണ്. കുട്ടികളാണെങ്കിൽ പോലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നത് നല്ല ശുദ്ധ പ്രകൃതിയിലാണ്, ശുദ്ധമായ പ്രകൃതിയിലാണ് ഓരോ കുഞ്ഞും പിറന്നു വീണത്. പക്ഷേ പിന്നെ അവരെ മോശമാക്കുന്നത് എന്താ?
അവർ ജീവിച്ചു വരുന്ന സാഹചര്യമാണ്. അവർ ജനിച്ച് പിറന്ന് ജീവിക്കുന്ന സാഹചര്യമാണ് അവരെ പലപ്പോഴും നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കുന്നത്. ഒരു പരിധിവരെ മാതാപിതാക്കളുമാണ്. അവരുടെ മാതാപിതാക്കളാണ് അവരെ പിന്നെ മറ്റുള്ള മാർഗങ്ങളിലേക്ക്, മറ്റുള്ള വഴിയിലേക്ക് തിരിച്ചുവിടുന്നത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാരോട് ചെയ്തു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ബാധ്യതകളിലായി പരിശുദ്ധമായി ഇസ്ലാം പറയുന്നത്, അവളോടൊപ്പം നീ സമയം ചെലവഴിക്ക്, അവളോടൊപ്പം നീ ഇരിക്ക്, അവളോട് തമാശ പറയ്, അവളുടെ കാര്യങ്ങൾ അന്വേഷിക്ക്. എന്നിട്ട് നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ പ്രയാസങ്ങളും, നിന്റെ വേറുന്ന എല്ലാ പ്രയാസങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായിട്ട് നിന്റെ ഭാര്യയെ നീ കാണ്. അങ്ങനെ കാണണം. ഇത് പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ചു തരുന്ന നിയമങ്ങളാണ്. അങ്ങനെ ഭർത്താക്കന്മാരോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയ പരിശുദ്ധമായ ഇസ്ലാം അവർക്കുള്ള ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും പരിശുദ്ധമായ ഇസ്ലാം പുരുഷന്റെ തലയിലാണ് വെച്ചിട്ടുള്ളത്. പുരുഷന്റെ ചുമലിലാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വെച്ചിട്ടുള്ളത് പുരുഷന്റെ തലയിലാണ്. എല്ലാ കാര്യങ്ങളും അവർക്ക് മാന്യമായ രീതിയിൽ വസ്ത്രം വാങ്ങിക്കൊടുക്കുക, മാന്യമായ രീതിയിൽ അവർക്ക് ഭക്ഷണം നൽകുക, മാന്യമായ രീതിയിൽ അവർക്ക് പാർപ്പിടം ഒരുക്കുക, എല്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ അവർക്ക് ധരിക്കാനുള്ള വസ്ത്രം, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം ഭർത്താവിൻ്റെ തലയിലാണ് പരിശുദ്ധമായി ഇസ്ലാം വെച്ചിട്ടുള്ളത്. ഈ കടമകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് പെരുമാറിക്കഴിഞ്ഞാൽ, ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ച നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന കുടുംബമായി മാറും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും പരിശുദ്ധമായി ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത് ഭർത്താവാകുന്ന പുരുഷന്റെ ചുമലിലാകുന്നു. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കേണ്ട കാര്യമില്ല, കുടുംബ ചിലവ് നോക്കേണ്ട കാര്യമില്ല, വസ്ത്രത്തിന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല, വീട്ടു ചിലവുകൾ നോക്കേണ്ട കാര്യമില്ല, ഭർത്താവിന് ചിലവ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ചില നിർണയമായ കാര്യങ്ങൾ മാത്രം അവൾ ശ്രദ്ധിച്ചാൽ മതി. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കടമകളും കടപ്പാടുകളും നിർവഹിക്കേണ്ടവരാണ് ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞ. എന്നാൽ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ കാര്യം അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ സാധ്യമാകും എന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചു, 10:30 അല്ലേ? 11 മണിക്ക് നിർത്തണ്ടേ? അല്ലേ? 11 മണിക്ക് നിർത്തണം. അപ്പോൾ ഇതിങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ കടമ മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഭാര്യമാരുടെ കടമയിലേക്ക് വരാനും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംരക്ഷണം, അവൾക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്, ഭാര്യമാരുടെ കടമ. പരിശുദ്ധമായ ഇസ്ലാം, പ്രിയപ്പെട്ട സഹോദരി, നിനക്ക് പരിശുദ്ധമായ ഇസ്ലാം നൽകിയ സ്ഥാനം എത്ര വലുതാ നമ്മൾ ചിന്തിക്കണം. ഒരുപാട് വലിയ സ്ഥാനമാണ് പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നേരെ മറിച്ച് ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അവളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമാകും എന്നതാണ് സ്ത്രീകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. 4 കാര്യങ്ങൾ. ഏതൊക്കെയാ 4 കാര്യങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് 5 നേരത്തെ നിസ്കാരങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, വസാമത്ത് ഷഹ്റഹാ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ, വർഷത്തിൽ ഒരു മാസം വരുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് അവൾ പിടിച്ചു വീട്ടിക്കഴിഞ്ഞാൽ, വഹസുനത്തു ഫർജഹാ,
അവളുടെ ജനനേന്ദ്രിയങ്ങൾ അവൾ സൂക്ഷിക്കുകയും ചെയ്താൽ, അവളുടെ ചാരിത്രത്തെ അവൾ സൂക്ഷിക്കുകയും ചെയ്താൽ, വഅതാഅത് ബഅലഹാ, അവളുടെ ഭർത്താവിനെ അവൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശാഅത്, ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശാഅത്, സ്വർഗ്ഗത്തിന്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ അവൾക്ക് സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോകാം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏതൊക്കെ? 5 നേരത്തെ നിസ്കാരം. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹസുനതു ഫർജഹാ വഅതാഅതു ബഅലഹാ. 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുക, അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് പിടിച്ചു വിട്ടുക, അതുപോലെ തന്നെ അവളുടെ ശരീരത്തെ സൂക്ഷിക്കുക, വഅതാഅതു ബഅലഹാ, ഭർത്താവിനെ അംഗീകരിക്കുക, ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് ഒരു ഭാര്യയുടെ കടമയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനോടുകൂടെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ കൂടെ, അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പിനോട് കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭർത്താവിനെ അംഗീകരിക്കുക, ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ള ബാധ്യത പരിശുദ്ധമായ ഇസ്ലാം വെച്ചിട്ടുള്ളത്. അള്ളാഹുവിനോടുള്ള അനുസരണയോട് കൂടെയാണ്, അതുപോലെ തന്നെ നോമ്പിനോട് കൂടെയാണ്. അതിനോട് കൂടെയാണ് അല്ലാഹു തആല ഭർത്താവിനെ അംഗീകരിക്കുക, ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ബാധ്യതകൾ, അവൾ ചെയ്തു തീർക്കേണ്ട കടമകളിൽ പ്രധാനപ്പെട്ട കടമ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് അവനോടുള്ള ഇബാദത്തിന്റെ കൂടെയാണ്. അപ്പൊ എത്രത്തോളം വലിപ്പമുള്ള കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കണം. അതിലൂടെ മാത്രം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയേ, ഞാൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താണ് അങ്ങേക്ക് എനിക്ക് തരാനുള്ള ഉപദേശം എന്ന് ചോദിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ വിവാഹം ചെയ്യണമെങ്കിൽ ഒരു സ്വാലിഹത്തായ പെണ്ണിനെ ആയിരിക്കണം വിവാഹം ചെയ്യേണ്ടത്. ഒരു സ്വാലിഹത്തായ പെണ്ണിനെ. ആരാ സ്വാലിഹത്ത്? സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ ആരാ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരാ സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ ആരാ? ഇദാ നദർത ഇലൈഹാ സർറതക, നീ അവളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന പെണ്ണാ. നീ നോക്കുമ്പോൾ തന്നെ നിനക്ക് സന്തോഷമുണ്ടാകുന്ന, നിന്നെ ആനന്ദിപ്പിക്കുന്ന, നിന്നെ പുഞ്ചിരിയോടുകൂടെ മാത്രം നിന്നെ സ്വീകരിക്കുന്ന ഭാര്യമാരുണ്ടോ? അവളാണ് സ്വാലിഹത്തായ ഭാര്യ. ഒരു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുക, പുഞ്ചിരിയോടുകൂടെ സ്നേഹിക്കുക. പ്രിയമുള്ള സഹോദരിമാരെ, പ്രിയമുള്ള ഉമ്മമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹം കരസ്ഥമാക്കണോ? എന്നാൽ ഏറ്റവും നല്ല മാർഗം അവരെ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. നല്ല നിറഞ്ഞ മനസ്സോടുകൂടെ ഭർത്താവ് കയറി വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട്, ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുക. അത് ഭർത്താവിൻ്റെ സ്നേഹം കരസ്ഥമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹോദരിമാർ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിലേക്ക് ഭർത്താവ് ജോലി കഴിഞ്ഞ് കയറി വരുമ്പോൾ അവരെന്ത് ചെയ്യുക? സന്തോഷത്തോടുകൂടെ, പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുക. എന്നാൽ എന്തുണ്ടാകും? ഏത് കാലഘട്ടത്തും, എത്ര പ്രായമായാലും, അവരുടെ പല്ലുകൾ കുഴിഞ്ഞുപോയാലും, അവളുടെ കവിളൊട്ടിയാലും, പടുകിളവിയായാലും അവരോടുള്ള സ്നേഹം അസ്തമിച്ചു പോകില്ല. എന്നും വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്ത് ചെയ്യണം? പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കണം. അത് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാനുള്ള ഒരു കാരണമാണ്. ചില സഹോദരിമാരുണ്ട്, ചില സ്ത്രീകളുണ്ട്, എന്ത് എപ്പോഴും രോഗം അഭിനയിക്കുന്ന, എപ്പോഴും ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ രോഗം, തലവേദന, കാലുവേദന, വയറുവേദന, അങ്ങനെ പല പല വേദനകൾ പറഞ്ഞ് എന്ത് ചെയ്യുക? എപ്പോഴും രോഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഭർത്താവിൻ്റെ സഹതാപത്തിലൂടെയുള്ള സ്നേഹം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യുന്നു. എന്നാൽ നിങ്ങളൊരു വസ്തുത അറിയണം. ഏത്? പണ്ട് കാളവണ്ടി ഉണ്ടായിരുന്നല്ലോ, അല്ലേ?
കാളവണ്ടി ഇല്ലേ? നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഇല്ലേ? കാളവണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കാളവണ്ടി, ഒരു കാള, 2 കാളയായില്ലല്ലോ കാളവണ്ടിയിൽ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഒരു കാളയ്ക്ക് തോന്നി ഇന്ന് ഞാൻ എന്ത് ചെയ്യുക, കാലിന് മുടന്തുള്ളത് പോലെ അഭിനയിക്കാം, എന്നാൽ കുറച്ച് ദിവസമെങ്കിലും റെസ്റ്റ് കിട്ടൂലോ എന്ന്. അങ്ങനെ എന്ത് ചെയ്യുക, ആദ്യത്തെ ദിവസം കാല് മുടന്തുള്ളത് പോലെ അഭിനയിച്ചു, 2ാമത്തെ ദിവസം അഭിനയിച്ചു, 3ാമത്തെ ദിവസം മുതലാളി എന്ത് ചെയ്തു, നല്ലൊരു കാളയെ വേറെ കാളേനെ വാങ്ങി കെട്ടി. ഇതിനെന്ത് ചെയ്തു, ഇതിനെ പിന്നെ എന്താ ചെയ്യുക അറക്കാൻ കൊടുക്കുന്നു. എന്താ ആവേശം അല്ലേ? അറക്കാൻ കൊടുക്കും. അപ്പൊ എന്നതുപോലെ എല്ലാ ദിവസവും രോഗം അഭിനയിക്കുമ്പോൾ ഭർത്താവ് കുടുങ്ങിയില്ലോ, ഇതിനെ കൊണ്ട് കുടുങ്ങിയില്ലോ, പിന്നെ എന്താ ചെയ്യുക, ഇതിനെ ഒഴിവാക്കിയിട്ട് പിന്നെ വേറെ കെട്ടാം എന്നാണ് പലരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ കണ്ണൂർക്ക് വണ്ടി കയറുക അല്ലേ? കണ്ണൂർക്ക് അവിടെ ആകുമ്പോൾ പിന്നെ അവിടെ കൂടിയാൽ മതിയല്ലോ അല്ലേ? അങ്ങനെ വണ്ടി കയറേണ്ട അവസ്ഥ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹം കരസ്ഥമാകണോ, എന്നാൽ അവരെ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുക. അവർ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സ്വീകരിക്കുക. എന്നാൽ എന്തുണ്ടാവും, മരണം വരെ അവരോടുള്ള സ്നേഹം നിലനിൽക്കും. അങ്ങനെയുള്ള സ്നേഹമായിരുന്നു ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഭാര്യയായ, ആദ്യത്തെ ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം എത്ര വയസ്സായിരുന്നു? 25 വയസ്സ്. അന്ന് ഖദീജ ബീവിയുടെ വയസ്സ് എത്രയായിരുന്നു? 40 വയസ്സ്. 40 വയസ്സ് പ്രായക്കാരിയായ, മുമ്പ് വിവാഹം കഴിച്ച ഒരു വനിതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി തൻ്റെ പ്രിയതമയായി തൻ്റെ ഒപ്പം കൂട്ടിയത്. എന്നിട്ടോ ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ എപ്പോഴും ഓർക്കുമായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്ക് ഒരു സ്ത്രീകളോടും ദേഷ്യം തോന്നിയിട്ടില്ല, ഒരു സ്ത്രീകളോടും എനിക്ക് അസൂയ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഖദീജ ബീവിയോട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്തേ കാരണം? എന്തൊരു പ്രശ്നം വന്നാലും, എന്തു പ്രയാസങ്ങൾ വന്നാലും അപ്പോൾ നബിതങ്ങൾ പറയുമായിരുന്നു, എൻ്റെ ഖദീജ ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ എപ്പോഴും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, അങ്ങെന്തിനാണ് ആ പല്ലുപോയി കിഴവിയായി മരിച്ചുപോയ ഒരു പെണ്ണിനെ കുറിച്ച് എന്തിനാ അങ്ങ് എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? അങ്ങേക്ക് അതിനേക്കാൾ സുന്ദരികളായ, അതിനേക്കാൾ പ്രായം കുറഞ്ഞ നല്ല ഭാര്യമാരെ അല്ലാഹു തആല അങ്ങേക്ക് നൽകിയില്ലേ? പിന്നെ എന്തിനാണ് നബിയെ ആ മരിച്ചുപോയ, കിളവിയായി മരിച്ചുപോയ ഖദീജയെ കുറിച്ച് എപ്പോഴും അങ്ങിങ്ങനെ സംസാരിക്കുന്നത് എന്തിനാ? ഇത് കേട്ടപാടെ നബിതങ്ങൾക്ക് വിഷമമായി, നബിതങ്ങൾക്ക് ദുഃഖമായി. നബിതങ്ങൾ ആയിഷ ബീവിയെ വിളിച്ചു കൊണ്ടു പറഞ്ഞു, ആയിഷ, അങ്ങനെ പറയരുത് മോളെ, ആയിഷ, ഖദീജയെ കുറിച്ച് അങ്ങനെ പറയരുത് മോളെ. കാരണം എൻ്റെ ഖദീജ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നിറഞ്ഞ ഘട്ടത്തിൽ എനിക്ക് താങ്ങും തണലുമായി നിന്നവളാണ്. അതുകൊണ്ടാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരിക്കൽ പോലും നബി തങ്ങൾ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഭാര്യയായിരുന്ന കാലത്തോളം എന്ത് ചെയ്തിട്ടില്ല? മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ആയിഷ ബിയോട് പറഞ്ഞു, മോളെ ആയിഷ, അങ്ങനെ പറയരുത്. കാരണം ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ ഉള്ള കാലത്തെല്ലാം എനിക്ക് താങ്ങും തണലുമായി നിന്നിരുന്നത് എൻ്റെ ഖദീജയായിരുന്നു. അതുകൊണ്ട് ആ ഖദീജയെ പറ്റി അങ്ങനെ പറയരുത്. ഇവിടെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ മക്കയിലെ ഉയർന്ന കുടുംബത്തിൽ, തറവാട്ടിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. സാമ്പത്തികമായ ഭദ്രതയുള്ള കുടുംബത്തിൽ പിറന്ന സ്ത്രീയായിരുന്നു. അതെല്ലാം പരിശുദ്ധമായി ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചു. അനുസരണയോടുകൂടെ നബിതങ്ങളുടെ ഭാര്യയായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത. അതുകൊണ്ട് എപ്പോഴും നബിതങ്ങൾ ഓർക്കുമായിരുന്നു, എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു വിഭവം, മാംസമോ മറ്റോ
നബിതങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രത്യേകമായി ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കുമായിരുന്നു. അത് ഖദീജയോടുള്ള സ്നേഹമാണ്. അങ്ങനെ ആയിഷ ബീവി പറയാ, എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു വിദ്വേഷം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് മാത്രമാ. കാരണം എപ്പോഴും നബിതങ്ങൾ ഖദീജയെക്കുറിച്ച് ഓർക്കുമായിരുന്നു, പറയുമായിരുന്നു, അവരുടെ അവധാനങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ദേഷ്യം തോന്നിയ ഒരേ ഒരു സ്ത്രീ അത് ഖദീജയാണ്. ഖദീജയുടെ പ്രത്യേകത എന്താ? നബിതങ്ങളെ അനുസരിച്ച് ജീവിച്ചവളാണ്. നബിതങ്ങൾക്ക് വേണ്ടി തൻ്റെ ശരീരം സമർപ്പിച്ചു, തൻ്റെ സമ്പത്ത് ചെലവഴിച്ചു, തൻ്റെ ആരോഗ്യം കൊടുത്തു, നബിതങ്ങളെ സമാശ്വസിപ്പിച്ചു. നമുക്കറിയാമല്ലോ, പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് 40 ദിവസം മക്കയിലെ ജബലന്നൂർ എന്ന പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ പോയി 40 ദിവസത്തോളം 40 ദിനരാത്രങ്ങൾ ധ്യാനത്തിൽ മുഴുകിയിരുന്നു. അങ്ങനെ പോകാൻ വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ആര്? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. നിങ്ങൾ എന്തിനാ മലയുടെ മുകളിലേക്ക് പോകുന്നത്? ആ ഗുഹയിൽ പോയിരിക്കണേ എന്തിനാന്ന് ചോദിച്ച് കുറ്റപ്പെടുത്തിയില്ല. പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ ഭാര്യമാരാണ് അങ്ങനെ ചോദിക്കൂലേ? ഇല്ലേ? ചോദിക്കൂലേ? നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ, ഇനി വീട്ടിൽ ചെന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന കരുതിയിട്ടാണ് മിണ്ടാണ്ടിരിക്കണേ, ആണോ? ഇല്ലേ? നമ്മളങ്ങനെ ഇപ്പം മലയുടെ മുകളിൽ പോയി ഗുഹയിലിരിക്കാൻ പോകാൻ നീ ആദ്യം എന്ത് ചോദിക്കും? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ, നിങ്ങൾ അവിടെ പോയി ആ ഗുഹയുടെ ഉള്ളിൽ പോയിരുന്നിട്ട് ഇടങ്ങേറാൻ വേണ്ടിയിട്ട്. എന്നാൽ അങ്ങനെയാണോ ചെയ്തത്? ഇല്ല. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അതിനുള്ള ഭക്ഷണം ഓരോ ദിവസവും അവിടെ കൊണ്ടുപോയി എത്തിച്ചു കൊടുത്തു. ഇല്ലേ? ഹിറാ ഗുഹയിൽ പോയവരൊക്കെ ഇല്ലേ ഇവിടെ? ഇല്ലേ? പോയിട്ടില്ലേ? ഇന്ന് തന്നെ കയറാൻ വലിയ പ്രയാസം അല്ലേ? ഇന്ന് തന്നെ നല്ല ആരോഗ്യമുള്ളവർക്ക് പോലും കയറാൻ വലിയ പ്രയാസം. അന്നത്തെ ആ സമയത്ത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഭക്ഷണം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? ഭർത്താവിനെ അംഗീകരിച്ചു, ഭർത്താവിനെ അനുസരിച്ചു, ഭർത്താവിനെ വഞ്ചിച്ചില്ല. അങ്ങനെ 40 ദിനരാത്രങ്ങൾ ഹിറാ ഗുഹയിൽ കഴിച്ചുകൂട്ടി. അവസാനം ദൈവീക ബോധനവുമായി മാലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് നബിതങ്ങൾക്ക് വഹീ നൽകി, പ്രവാചകത്വം നൽകി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഹിറാ ഗുഹയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആകാശത്തിൽ നിന്നും തമ്പുരാന്റെ പരിശുദ്ധമായ ഖുർആൻ ഭൂമിയിലേക്ക് അവതരിച്ചു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാലാഖയുടെ രൂപവും പരിശുദ്ധമായ ഖുർആനിന്റെ ഗാംഭീര്യവും കേട്ടുകൊണ്ട് പേടിച്ച് വിറച്ച് പനിച്ച് വിറച്ച് വീട്ടിലേക്ക് ഓടിയണഞ്ഞു. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. സമ്മിലൂനി സമ്മിലൂനി യാ ഖദീജ സമ്മിലൂനി. ഖദീജ പുതപ്പിട്ട് മൂടിത്തരൂ, പുതപ്പിട്ട് മൂടിത്തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് കടന്നു വന്ന തൻ്റെ പ്രിയതമനായ, തൻ്റെ പ്രാണേശ്വരനായ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് സ്വീകരിച്ചു. വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി പുതപ്പിട്ട് മൂടിക്കൊടുത്തു. ആദ്യം പറഞ്ഞ കാര്യം അനുസരിച്ചു. എന്താ പറഞ്ഞത്? ഭർത്താവ് പറഞ്ഞത് എന്താ? സമ്മിലൂനി യാ ഖദീജ, ഖദീജ എന്നെ പുതപ്പിട്ട് മൂടിത്തരൂ. ഭർത്താവ് പറഞ്ഞു, അതനുസരിച്ചു. നിങ്ങൾ എന്തിനാ ഗുഹയുടെ മുകളിലേക്ക് പോയത്? നിങ്ങൾ എന്തിനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയത്? ഞാൻ അന്ന് തന്നെ പറഞ്ഞതല്ല അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയില്ല. പകരം ഭർത്താവ് പറഞ്ഞതെന്തോ അത് അനുസരിച്ചു. ആദ്യം പുതപ്പിട്ട് മൂടിക്കൊടുത്തു. എന്നിട്ട് ഖദീജ ആശ്വസിപ്പിച്ചു കൊടുത്തു. വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ. കല്ല, വല്ലാഹി, അല്ലാഹു ആണ് സത്യം, അങ്ങയെ അല്ലാഹു തആല പാഴാക്കില്ല, അങ്ങയെ അല്ലാഹു തആല കൈവെടിയുകയില്ല. കാരണം എന്താ? ഇന്നക ലതസിലുർ റഹിമ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവനല്ലയോ, അങ്ങ് അനാഥകളെ സംരക്ഷിക്കുന്നവരല്ലയോ, അങ്ങ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നവരല്ലയോ, അങ്ങ് അതിഥികളെ മാനിക്കുന്നവരല്ലയോ. അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന അങ്ങയെ അല്ലാഹു തആല പാഴാക്കില്ല, അതുകൊണ്ട് അങ്ങ് പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു കൊടുത്തു. ഒരു ഭർത്താവ് പറഞ്ഞ കാര്യം അനുസരിക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു ഭാര്യയുടെ ഒന്നാമത്തെ ധർമ്മം. അപ്പോൾ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ചാൻസാണ്. ഒരിക്കൽ അസ്മാ എന്ന് പേരുള്ള ഒരു സഹോദരി
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. അസ്മാ എന്ന് പേരുള്ള പെണ്ണ്. ആ സ്ത്രീ, ആ സഹോദരി കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അല്ലയോ നബിയെ, ഞാൻ കടന്നു വരുന്നത് പെണ്ണുങ്ങളുടെ പ്രതിനിധിയായിട്ടാണ്. മക്കയിലെ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ അങ്ങയുടെ അടുക്കൽ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് നബിയെ, എനിക്കങ്ങയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ പറ്റി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ അവർ യുദ്ധത്തിന് പോകുന്നു, അതുപോലെ തന്നെ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ പോകുന്നു, അതുപോലെ തന്നെ മയ്യത്ത് പരിപാലനത്തിൽ അവർ പോകുന്നു, മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു, അവർ നമസ്കരിക്കുന്നു, അതുപോലെ തന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ അവർ അവരുടെ കൂടെ കടന്നു പോകുന്നു. അങ്ങ് പഠിപ്പിച്ചല്ലോ, ഒരു മയ്യത്തിൻ്റെ കൂടെ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് പോവുകയും അവിടെ മയ്യത്ത് നിസ്കാരത്തിൽ ഒരുമിച്ച് കൂടുകയും ചെയ്താൽ ഫലഹു ഖീറാത്തുൻ, അവർക്ക് പ്രതിഫലത്തിന്റെ ഒരു കൂമ്പാരമുണ്ടെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ. അതുപോലെ തന്നെ ആ മനുഷ്യനെ ഖബറിലേക്ക് വെക്കുന്നത് വരെ, മറമാടുന്നത് വരെ അവന്റെ കൂടെ, ആ മയ്യത്തിന്റെ കൂടെ പിന്തുടർന്നു പോയി കഴിഞ്ഞാൽ ഫലഹു ഖീറാത്താൻ, അവർക്ക് പ്രതിഫലത്തിന്റെ 2 കൂമ്പാരമുണ്ടെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ. അതുപോലെ തന്നെ പരിശുദ്ധമായ മാർഗത്തിൽ ഷഹീദായാൽ, യുദ്ധം ചെയ്താലുള്ള പ്രതിഫലം അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചാലുള്ള പ്രതിഫലം അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയെ. ജുമാ നിസ്കാരത്തിൽ പങ്കെടുത്താലുള്ള പ്രതിഫലത്തെ പറ്റി അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നബിയെ. അതുകൊണ്ട് എൻ്റെ സംശയം മറ്റൊന്നുമല്ല, ഞങ്ങൾ അവരുടെ സ്ത്രീകളാണ്, അവരുടെ ഭാര്യമാരാണ്, ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവളാണ്, ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവളാണ്. പ്രിയമുള്ള സഹോദരി, നമുക്ക് പലപ്പോഴുമുള്ള പരാതി ഏതാണല്ലോ, ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവരാണ്. പലരും പറയാറുള്ളതും അത് തന്നെയാണല്ലോ. ഇസ്ലാമിൽ സ്ത്രീകളെ വീടിൻ്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവളാണ്, പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടപ്പെട്ടവളാണെന്ന് പലപ്പോഴും പറയാറുണ്ടല്ലോ. ഈ അസ്മാ എന്ന സഹോദരി വന്നുകൊണ്ട് നബിയോട് പറയുന്നതും ഇതാണ്, നബിയെ, ഞങ്ങൾ അവരുടെ ഭാര്യമാരായ വീടിൻ്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവളാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഗർഭം ധരിക്കുന്നു, അവർക്ക് വേണ്ടി നൊന്തു പ്രസവിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ മക്കളെ ഞങ്ങൾ നല്ല രീതിയിൽ നോക്കി വളർത്തുന്നു, കുടുംബത്തിലെ ജോലികൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. എനിക്കുള്ള സംശയം ഇതാണ് നബിയെ, അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ ഒരു പങ്ക് ഞങ്ങൾക്കും കിട്ടുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്ഭുതമായി, നബി തങ്ങൾക്ക് ആശ്ചര്യമായി. നബി തങ്ങൾ സ്വഹാബാക്കളുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, അല്ലയോ സ്വഹാബ, ഇത്തരത്തിൽ ബോധമുള്ള, തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ സ്വഹാബ? അവർ പറഞ്ഞു, ഇല്ല നബിയേ, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾക്കറിവില്ല. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്മാ ബീവിയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, അല്ലയോ അസ്മാ, നീ എന്നെ ഒന്ന് സഹായിക്കണം, നീ എന്നെ ഒന്ന് സഹായിക്കണം. അബ്ലിഗി മിമ്മാ ലഖീതി മിനൻ നിസാ, ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ലോകത്ത് നീ കണ്ടുമുട്ടുന്ന എല്ലാ സ്ത്രീകളോടും പറഞ്ഞു കൊടുത്ത് എന്നെ ഒന്ന് സഹായിക്കണം പ്രിയപ്പെട്ട അസ്മാ. എന്താ അവിടെ നിന്ന് പറഞ്ഞത്? മോളെ, നീ നിന്റെ ഭർത്താവിനെ അംഗീകരിച്ചാൽ, അനുസരിച്ചാൽ, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഗർഭം ചുമന്നവരെ നൊന്തു പ്രസവിച്ചാൽ, മക്കളെ നല്ല രീതിയിൽ വളർത്തിയാൽ, കുടുംബത്തിൻ്റെ ജോലികൾ നീ ചെയ്താൽ, ഇത് മതി. നിന്റെ ഭർത്താവ് ജിഹാദ് ചെയ്താൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം, നിന്റെ ഭർത്താവ് ജിഹാദിന് പോയാൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം, നിന്റെ ഭർത്താവ് ജുമഅയ്ക്ക് പോയാൽ അവന് കിട്ടുന്ന പ്രതിഫലം, നിന്റെ ഭർത്താവ് ജനാസയോടൊപ്പം അനുഗമിച്ച് പള്ളിയിലേക്ക് പോയി നിസ്കാരം നിർവഹിക്കുകയും ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്താൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ തത്തുല്യമായ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടാൻ
നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ അനുസരിച്ചാൽ, ഭർത്താവിൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയാൽ, ഭർത്താവിൻ്റെ സമ്പത്ത് നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും പ്രിയപ്പെട്ട അസ്മാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾക്ക് പരിശുദ്ധമായ ഇസ്ലാം എത്ര വലിയ ഓഫറുകളാണ് നൽകിയിട്ടുള്ളത്. സ്വർഗത്തിലേക്ക് പോകാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, സ്വർഗത്തിൻ്റെ പറുദീസയിലേക്ക് കാരുണ്യവാനായ തമ്പുരാൻ അല്ലാഹുവിനെ അനുസരിച്ച് അവൻ്റെ ഭൂമിയിൽ ജീവിച്ച മുത്തഖീങ്ങളായ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ പറുദീസയായ സ്വർഗത്തിലേക്ക് പറന്നു പോകാൻ നിങ്ങൾക്ക് ഈ നിസ്സാരമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി, നിന്റെ ഭർത്താവിൻ്റെ തൃപ്തി എന്നത്, നിന്റെ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത്, നിന്റെ ഭർത്താവിനെ അംഗീകരിക്കുക എന്നുള്ളത് നിന്റെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ഇത് അസ്മാ ബീവിയോട് പറഞ്ഞു കൊടുത്തിട്ട് നബി തങ്ങൾ പറയാം, പക്ഷേ വഖലീലുൻ മിൻഹുന്ന യഫ്അലുഹു, പ്രിയപ്പെട്ട അസ്മാ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് പ്രവർത്തിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ വളരെ കുറവാണല്ലോ. ഭർത്താവിനെ അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന, അവരുടെ വാക്കുകൾ കേൾക്കുന്ന, എല്ലാ രീതിയിലും ഭർത്താവിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന സ്ത്രീകൾ, അവൾക്ക് ജിഹാദ് ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടും, ജുമുഅ ജമാഅത്തിൽ പോയതിൻ്റെ പ്രതിഫലം കിട്ടും, മയ്യത്തിനെ അനുഗമിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും. പക്ഷേ വഖലീലുൻ മിൻഹുന്ന യഫ്അലു, വളരെ കുറവാണല്ലോ നിങ്ങളിൽ നിന്ന് ഇത് പ്രവർത്തിക്കുന്നവർ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ അംഗീകരിക്കുക, ഭർത്താവിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുക എത്രത്തോളം എന്ന് വച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താവിനോട് ഒരു സ്ത്രീക്കുള്ള ഉത്തരവാദിത്തത്തെ പറ്റി ഒരു ഉപമയിലൂടെ നബി തങ്ങൾ പറഞ്ഞു. വഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ കുന്തു ആമിറൻ അഹദാ അൻ യസ്ജുദ ലി അഹദിൻ ലഅമറതു നിസാ അൻ യസ്ജുദ ലി അസ്വാജിഹിന്ന. ലൗ കുന്തു ആമിറൻ അഹദാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടെങ്കിലും കൽപ്പിക്കുമായിരുന്നെങ്കിൽ, അയ്യസ്ജുദ ലി അഹദിൻ, മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ ആരോടെങ്കിലും കൽപ്പിക്കുമായിരുന്നെങ്കിൽ, ലഅമറതു നിസാ, പെണ്ണുങ്ങളോട്, സ്ത്രീജനങ്ങളോട് ഞാൻ കൽപ്പിക്കുമായിരുന്നേനെ, അയ്യസ്ജുദ ലി അസ്വാജിഹിന്ന, അവരുടെ ഭർത്താവിൻ്റെ മുമ്പിൽ അവർ സുജൂദ് ചെയ്യട്ടെ എന്ന് ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഹദീസ് മതിയാകും. പ്രധാനമായിട്ടും പറയാനുള്ള ഭർത്താവിനെ അനുസരിക്കുക, അംഗീകരിക്കുക, ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ പുറത്തു പോകാതിരിക്കുക. നബി തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് അവസാനമായി സൂചിപ്പിക്കട്ടെ. അർബഅത്തും മിനൻ നിസാഇ ഫിന്നാർ, 4 വിഭാഗം സ്ത്രീകൾ നരകത്തിലാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗം ഭർത്താവിനെ കുറ്റം പറയാൻ നാവിനെ ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീ, അവർ നരകത്തിലാണ്. പ്രിയമുള്ളവർ, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭർത്താവിനെ എപ്പോഴും ചീത്ത പറയാൻ, വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകുകയാണ്, ഭർത്താവിനെ ചീത്ത പറയാൻ നാവിനെ ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീ അവൾ നരകത്തിലാണ്. അതുപോലെ തന്നെ ഭർത്താവിന് സാധിക്കാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച്, അവനെ ബുദ്ധിമുട്ടിപ്പിച്ച്, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഭാര്യമാരാരെങ്കിലും ഉണ്ടോ, അവർ നാളെ നരകത്തിലാണെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗം സ്ത്രീകൾ മറ്റുള്ള പുരുഷന്മാരെ തൊട്ട് തൻ്റെ ശരീരത്തെ മറയ്ക്കാതെ, തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മാന്യമായി പരിശുദ്ധമായി ഇസ്ലാം നിർദ്ദേശിച്ച രീതിയിൽ മറയ്ക്കാതെ ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ, അങ്ങനെ പുറത്തു പോകുന്ന പെണ്ണുങ്ങളുണ്ടോ, അവർ നരകത്തിലാണെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നാലാമത്തെ വിഭാഗമായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വംറഅത്തുൻ ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശ്ശുർബു വന്നൗം, അവർക്ക് തിന്നുക, കുടിക്കുക, ഉറങ്ങുക എന്നതല്ലാതെ മറ്റൊരു ചിന്തയുമില്ല.
വലൈസ ലഹാ റഅബത്തുൻ ഫീ ത്വാഅത്തില്ലാഹി വലാ ഫീ ത്വാഅത്തിർ റസൂലി വലാ ഫീ ത്വാഅത്തി സൗജിഹാ. അള്ളാഹിനെ അനുസരിക്കുന്ന കാര്യത്തിൽ, റസൂലിനെ അനുസരിക്കുന്ന കാര്യത്തിൽ, ഭർത്താവിനെ അനുസരിക്കുന്ന അംഗീകരിക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. അങ്ങനെയുള്ള സ്ത്രീകൾ അവർ നരകത്തിലാണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തൗഫീഖോടുകൂടെ നമ്മുടെ 2 ദിവസത്തെ പ്രഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ സയ്യിദ് അലവി തങ്ങൾ, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് നമ്മുടെ തങ്ങളവറുകൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الرحيم يا راج سيدا يا ملك الجبار يا തമ്പുരാനെ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിന് ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ധാരാളം ആളുകൾ ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് നാഥ. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, വേദനകൾ, ആദികൾ, വ്യഥനകൾ എല്ലാം നിന്റെ മുമ്പിൽ ഇറക്കി വെച്ചവരുണ്ട് നാഥ. എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഓരോരുത്തരുടെ പ്രയാസങ്ങളും നീ ഏറ്റെടുത്തു മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മാനസികമായ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് നാഥ. അല്ലാഹുവേ, അവരുടെ മാനസികമായ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. അല്ലാഹുവേ, മരിച്ചുപോയ മരണപ്പെട്ടുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, 17 വയസ്സുള്ള മുത്തഅല്ലിം ആയ ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി എന്നറിഞ്ഞു നാഥ. അല്ലാഹുവേ, ആ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇൽമിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച പൊന്നുമോന് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ച് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലേക്ക് കടന്നു വന്ന ഓരോ സഹോദരന്മാരെയും സഹോദരിമാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനിയും ഇതുപോലുള്ള ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, നീ നിറവേറ്റി തരണേ നാഥ. അല്ലാഹുവേ, സുഖമില്ലാതെ ഹോസ്പിറ്റലുകൾ കഴിയുന്നവരുണ്ട് നാഥ. അല്ലാഹുവേ, അവർക്കെല്ലാം നീ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, അത്തരം രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരങ്ങളിലുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ മഹാത്മ്യം കൊണ്ട്, നിന്റെ പരിശുദ്ധമായ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് അതിനെ നീ നശിപ്പിച്ച് കളയണേ അല്ലാ. നശിപ്പിച്ച് കളയണേ അല്ലാ. അല്ലാഹുവേ, വലിയ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വരുത്തുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ജനങ്ങളുടെ മുമ്പിലേക്ക് കൈനീട്ടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിലോ നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന തൊഴിലുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കുടുംബത്തിൽ നീ സമാധാനം നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന, ഭർത്താവിൻ്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഉത്തമരായ കുടുംബങ്ങളാക്കി
ഞങ്ങളുടെ കുടുംബങ്ങളെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളോട് സഹകരിച്ചവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ സാധുക്കളെ സഹായിക്കാനായിട്ട് ഒരു പറ്റം ചെറുപ്പക്കാരിതിന് പിന്നെ ലോടി നടക്കുന്നു തമ്പുരാനെ. അല്ലാഹു, അവരെല്ലാം നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ എല്ലാ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹു, ഈ സംഘബോധം നീ അവരിൽ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ അല്ലാ. പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് നീ എല്ലാവർക്കും കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതം കൊണ്ട് സേവനം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവിധ അപകട മരണങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. അല്ലാഹുവേ, വഴികളിലൂടെ യാത്ര ചെയ്യുന്നവരാണ് നാഥാ ഞങ്ങളെല്ലാവരും. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. ആക്സിഡന്റുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ട ആ മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഈമാനില്ലാത്ത മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉച്ചരിച്ച് പരിപൂർണമായ ഈമാനോടുകൂടെ മരണപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഉള്ളവന്റെ പാപങ്ങൾ കൊണ്ട് ഈ സദസ്സിലുള്ളവരുടെ ദുആഇനെ നീ തട്ടിക്കളയല്ല തമ്പുരാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. പ്രതീക്ഷയോടുകൂടെ നിന്റെ മുന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ ഞങ്ങളുടെ കരങ്ങളെ ഞങ്ങൾ പിൻവലിക്കുന്നു അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹു, ഈ നാട്ടിലേക്ക് വിനീതൻ കടന്നു വന്നപ്പോ ഞങ്ങളെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച ഭക്ഷണം നൽകിയ സഹോദരന്മാരുണ്ടല്ലാ. അല്ലാഹു, അവരെ എല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു, ഈ ബന്ധം നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. മരണം വരെയും നിലനിർത്തണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾക്കെല്ലാം നീ നാഫിയായ ഇൽമ തരണേ അല്ലാ. ദീനിനെ കുറിച്ച് പഠിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചോനെ, നിന്നെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. നിന്നെക്കുറിച്ച് അറിയാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇവിടുന്ന് മരണപ്പെട്ടു പോയ തങ്ങളെ വറകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലാ. അല്ലാഹുവേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഖബറുടെ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, മഹാനായ തങ്ങളവകൾ ഞങ്ങളുടെ മഹല്ലിൽ ഖതീബായി ജോലി ചെയ്യുന്നവരാണ് നാഥാ. അല്ലാഹുവേ, അവർക്ക് നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ദീനിന് വേണ്ടി ജീവിക്കാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ ദീൻ പറയാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. اللهم اجعل جمنا هذا جما مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും ഈ വിനീതിന് വേണ്ടി ദുആ ചെയ്യണമെന്ന ദുആ വസിയത്തോടുകൂടെ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.